ഗുഡ് ഈവനിങ്. ഹായ്. കുറെ കാലല്ലേ കണ്ടിട്ട്? എവിടെ മൈൻഡൊന്നും ഇല്ലല്ലോ. മറന്നുപോയാ? ആ, ഞാൻ കേറണില്ല. സാറിനൊപ്പില്ലെങ്കിൽ എവിടെ എല്ലാരും വീഡിയോ ആക്കി? ഓക്കെ, സോ വെരി വാം ഗുഡ് ഈവനിങ്. ഒരു അതിഥിയും കൂടി ഉണ്ട്, നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണല്ലോ സാറേ. എന്നാ എക്സാമിന്റെ ഡേറ്റ് ചോദിക്കാറായിരുന്നല്ലേ? ഓർമ്മയുടെ നോക്കിട്ടെ, ടൈം ടേബിൾ ഒക്കെ കിട്ടി. ഓർക്കണം, ആദ്യം ഓർക്കണം എന്നാണ് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം അല്ലെ? ഇവിടുന്ന് പോകാല്ലോ സാറേ നല്ലത്. യെസ്, ആതിര ഡേറ്റ് ഒന്ന് വേഗം പറഞ്ഞേ. 10-ാം തീയതി ട്യൂസ്ഡേ ആണ് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം. രാവിലെ ഓക്കെ, രാവിലെയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് റിവിഷൻ ഒക്കെ കഴിഞ്ഞ് 3 പ്രാവശ്യം റിവിഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അല്ലെ അക്കാദമിക് ഇൻസൈറ്റ് ആണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ. എത്ര ചാപ്റ്റേഴ്സ് പുതിയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും? എത്ര ചാപ്റ്റർ സാർ പറഞ്ഞു? ഓക്കെ, നമുക്കപ്പോ ഇന്ന് ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത് 11th ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, 10th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, 9th ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതേപോലെ തന്നെ കൺട്രോളിങ് നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ടാവില്ല. 8th ചെറിയ ചാപ്റ്ററിലേ ഉള്ളൂ. അപ്പൊ നമ്മൾ 7th ആയിട്ടുള്ള ഡയറക്ടിങ് എടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ 6th ആയിട്ടുള്ള സ്റ്റാഫിംഗ് കൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ മാക്സിമം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 5-6 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന വരുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോ ഇന്ന് പറയുന്ന പോർഷൻസ് നമുക്ക് പഠിക്കാനായിട്ട് 2 ദിവസം കൂടി ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയുന്ന പോർഷൻസ് വൃത്തിയായിട്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ആ പോർഷൻസ് നന്നായിട്ട് പഠിക്കണം. ക്ലിയർ അല്ലേ? എന്നിട്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് നെക്സ്റ്റ് മൺഡേ അല്ലേ സാറേ വരുന്നത്? മൺഡേ ആണ് ക്ലാസ് വരുന്നത്. മൺഡേ അന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആ ചാപ്റ്റേഴ്സ് ഫോളോ ചെയ്ത് പോകുക. അപ്പൊ നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓൾറെഡി നമുക്ക് എക്സാമിന്റെ പാറ്റേൺ ഒക്കെ അറിയാം. 80 മാർക്കിന്റെ എക്സാം ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു 8 വൺ വേർഡ് ആൻസർ ചെയ്യാനുണ്ടായിരിക്കും. അതേപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരു 5 എണ്ണം ആൻസർ ചെയ്യാനുണ്ടായിരിക്കും. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ 5 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ 8 മാർക്കിന്റെ 2 എസ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ വൃത്തിയായിട്ട് വായിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ആയിട്ട് വരുന്ന പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പോർഷൻസ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകും. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻസ് നാളെ മോർണിംഗിൽ മൺഡേ മോർണിംഗിൽ ക്ലാസ് ഉണ്ടായിരിക്കണം മക്കളെ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സാർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ആദ്യത്തെ ക്ലാസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കയറും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 11 കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ മാക്സിമം ഒരു 5 മാർക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത്രയും വലിയ ചാപ്റ്റേഴ്സ് പറയുമ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണ് ചാപ്റ്റർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണ്, അതിന്റെ യൂസ് എന്തൊക്കെയാന്നുള്ള നിസ്സാരപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കാം. അതേപോലെ കൺസ്യൂമറുടെ റൈറ്റ് ചാപ്റ്ററിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് കൺസ്യൂമറുടെ റൈറ്റ് ആണ് സാറേ. അപ്പൊ കൺസ്യൂമറുടെ റൈറ്റ് ഒക്കെ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോകണം. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ കൺസ്യൂമറെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെ പഠിക്കാനുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടത്തുന്നത്? ആകെ 2 പോയിന്റുകൾ. എന്താണ്? എഡ്യൂക്കേറ്റ് അബൌട്ട് റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി. അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉള്ളത് അല്ലെ? 2 പോയിന്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് അതിന്റെ ബിസിനസിന്റെ വ്യൂ എന്തായിരിക്കും? കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക, അതുപോലെ നമ്മൾ റിസോഴ്സ് ഒക്കെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കുക. മെയിൻ ആയിട്ട് ബിസിനസ്മാൻ എപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ അവോയ്ഡ് ചെയ്യുക, കാര്യമായിട്ട് വരുന്നത് അല്ലെ? അതേപോലെ തന്നെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൺസ്യൂമറിന്റെ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗുഡ്സും കാര്യങ്ങളും എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിസിനസിന് ഒരിക്കലും ഗവൺമെന്റ് അധികം ഒന്നും ബോധറിയില്ല. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ചോദിക്കത്തില്ല, എന്നാൽ ചെയ്യേണ്ടി വന്നാൽ ഈ പോയിന്റ്സ് എന്തിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ബിസിനസ് വ്യൂവിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം കിടക്കുന്നത്. ഇനി അടുത്ത് നോക്കാം, റീസൺസ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ? ഇത് 2-3 പോയിന്റ് പഠിച്ചു വെക്കേണ്ടത് അല്ലെ? കൺസ്യൂമറെ എന്തിനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്യണം? ഒന്നാമതായിട്ട് കൺസ്യൂമർക്ക് എന്താ സാറേ വേണ്ടത്? അവർക്ക് ഹെൽത്ത് വേണം, സേഫ്റ്റി വേണം, പിന്നെന്താണ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സെല്ലേഴ്സ് അവരെ പറ്റിക്കാൻ പാടില്ല അല്ലെ? ഫെയർ ആയിട്ട് കച്ചവടം ചെയ്യാം, നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, നല്ല ക്വാളിറ്റി കൊടുക്കുക, നല്ല പ്രൈസിൽ കൊടുക്കുക. നെക്സ്റ്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ? ഏറ്റവും കൺസേൺ ആയിട്ടുള്ള സാധനമാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഗ്രീനറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്.
നെക്സ്റ്റ് വരുന്നത് പ്രിവെന്റ് മോണോപ്പൊളി, അതായത് ഒരു പ്രൊഡക്റ്റ് മാത്രം മാർക്കറ്റിൽ അതിന് കുറച്ച് അതൊന്നും വേണ്ട ആവശ്യമില്ല. കസ്റ്റമേഴ്സ് പല്ലേക്കളും എല്ലാ പേസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ നല്ല മോണോപ്പൊളി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്ത് വേണം? ഇതേപോലെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ആശയം വേണം. ഇനി നമ്മൾ എങ്ങനെയൊക്കെ കൺസ്യൂമേഴ്സിനെ ലീഗൽ പ്രൊട്ടക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. 9 ആക്ട് ഉണ്ട്. ആ 9 ആക്ടും ചുരുക്കിയാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട 2 ആക്ട് ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിന്റെ ഇയർ പഠിച്ചു വെക്കുക 1986. എന്തിനാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളത്? കൺസ്യൂമറെ എന്താണ് എല്ലാ എക്സ്പ്ലോയിറ്റേറ്റീവ് ചെയ്യുന്ന ട്രേഡ് പ്രാക്ടീസസ് നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത്. ഇനി അടുത്തൊരു ആക്ട് ആണ് കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഇയർ ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക 1872 ആണ് ഇയർ വരുന്നത്. കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ 2 ആക്ടിന്റെ ഇയർ നോക്കി വെച്ചേക്കാം. ചിലപ്പോൾ 1 വേർഡ് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ആക്ട് ഒക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ പോർഷനിലേക്ക് നോക്കാനുള്ള എന്തായിരുന്നു? യെസ്, അടുത്ത് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്? അതിലാണ് മെയിൻ ആയിട്ട് കൺസ്യൂമറിന്റെ റൈറ്റ്സും കാര്യങ്ങളും നമ്മളോട് പറയുന്നത്. അപ്പൊ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ മതി? പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് റൈറ്റ്സ് അല്ലെ, അവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എല്ലാ എന്റർപ്രൈസുകളെയും പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ എല്ലാവരെയും ബോണ്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് എന്ത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ആക്ടിന്റെ വർഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ എന്ത് പഠിച്ചില്ലെങ്കിലും ഷുവറായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് മക്കളെ. എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കാണ്ട് പോകരുത്. ക്ലിയർ ആയില്ലേ? കൺസ്യൂമറുടെ റൈറ്റ് അല്ലെ. എന്തൊക്കെയാണ് കൺസ്യൂമർ റൈറ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് എന്താണ്? റൈറ്റ് ടു സേഫ്റ്റി അല്ലെ. അത് എഴുതുമ്പോ കറക്റ്റ് എഴുതിക്കോളൂ. റൈറ്റ് ടു സേഫ്റ്റി അങ്ങനെ കറക്റ്റ് ചേർത്ത് എഴുതാം. കുറച്ച് എഴുതി വീട്ടിൽ അതെന്താ പറയുന്നത് സാറേ? ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ദോഷം ഉണ്ടാവാൻ പാടില്ല അല്ലെ. നമ്മുടെ ഹെൽത്തിന് ഡിസാർഡേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അതാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെ. അതിനെ കുറിച്ച് അറിയണം. നമുക്ക് അതിനകത്ത് ലേബലൊക്കെ വായിച്ചു നോക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷൻ അറിയണ്ടേ? പ്രൊഡക്റ്റിന്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു ചോയ്സ്. നമ്മളെന്താണ് ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്താണ് പല പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് അവിടെ എന്താണ് വൈഡർ ചോയ്സ് ഉണ്ടായിരിക്കും. കസ്റ്റമർ എല്ലാ ഓൾട്ടർനേറ്റീവ്സിനും ഇഷ്ടമുള്ളത് എടുക്കാനുള്ള അധികാരം നമുക്ക് വേണം. നെക്സ്റ്റ് വോയിസ്, റൈറ്റ് ടു വോയിസ്. അതായത് റൈറ്റ് ടു ബി ഹിയർഡ് എന്ന് പറയാം അല്ലെ. റൈറ്റ് ടു ബി ഹിയർഡ് എന്ന് പറയാട്ടെ മക്കൾ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റൈറ്റ് ടു ബി ഹിയർഡ് എന്നായിരിക്കും. അതായത് നമുക്ക് നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് നമുക്ക് എന്താണ് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ അത് അവർ കേൾക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ടു റിഡ്രസൽ. നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? കറക്റ്റ് ആയിട്ട് ഒരു റിലീഫ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ റൈറ്റിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അപ്പോ ഈ റൈറ്റ് എന്താണെന്ന് അതിന്റെ ഹെഡിങ്ങും എക്സ്പ്ലനേഷനും അടക്കം വൃത്തിയായിട്ട് ഒരു 5 എണ്ണെങ്കിലും പഠിക്കുക. 5 മാർക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മോഡൽ എക്സാമിന് ചോദിച്ചില്ലേ മക്കളെ? ചോദിച്ചൊന്ന് കൈവശം ചോദിച്ചല്ലോ. മോഡൽ എക്സാമിന് ചോദിച്ചു. യെസ്, അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും കൺസ്യൂമറുടെ റൈറ്റ്. അതേപോലെ തന്നെ ഒരു സംഗതി കൂടെ നോക്കുക. എന്താണ് കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി? ഒരു 4 എണ്ണെങ്കിലും നിങ്ങൾ നോക്കി. അതെ, 2 മാർക്ക്. അതെ, കൺസ്യൂമർക്ക് റൈറ്റ് മാത്രമല്ല കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ. ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ എന്താണ് കുറെ ഉത്തരവാദിത്തം കാണിക്കണം. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് സാറേ? സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് കിട്ടുന്നുള്ളതിനെ കുറിച്ചൊരു അടുത്തത് ബൈ സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് അല്ലെ. ചീപ്പ് ഗുഡ്സ് നമ്മുടെ ഡെൽവിൻ സാറിനെ പോലെ കാണുന്നത് മേടിക്കാൻ നിൽക്കരുത് സാറേ. നമ്മൾ ഹരിദാസ് സാറിനെ എന്നെ പോലെ നല്ല ചീപ്പ് ഗുഡ്സ് മേടിക്കാണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയ ഗുഡ്സ് മേടിക്കണം അല്ലെ. നമ്മൾ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താ പറയുന്നത്? അണ്ടർസ്റ്റാൻഡ് പ്രൊഡക്റ്റിന്റെ റിസ്ക്. പ്രൊഡക്റ്റിന്റെ റിസ്ക് അറിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് മേടിക്കാൻ അല്ലെ. പ്രൊഡക്റ്റ് നേരത്തെ കണ്ടതും കാര്യമൊക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? കൃത്യമായിട്ട് പ്രൊഡക്റ്റിന്റെ റിസ്ക് മനസ്സിലാക്കി നെക്സ്റ്റ് അടുത്തത് റീഡ് ലേബൽസ് കെയർഫുള്ളി. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിന്റെ ലേബലൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മളെ മാനുഫാക്ചറിംഗ് പൈസ പറഞ്ഞു നോക്കിയാൽ പോരട്ടെ. അപ്പൊ ഡേറ്റും കൂടി നമ്മള് വാങ്ങി തേക്കുന്ന എല്ലാ സോപ്പിന്റെയും ബാത്തിങ് ജെല്ല് അല്ലെങ്കിൽ ബാത്തിങ് ബാർ ഒന്നും ചിലപ്പോൾ എഴുതിണ്ടാവില്ല. അതിന്റെ അകത്ത് ഫോർ ആനിമൽസ് എന്നൊക്കെ ആയിരിക്കും എഴുതി വെച്ചാൽ. ആ ലൈഫ് ബോയുടെ ഒക്കെ പുറകെ എടുത്ത് നോക്ക്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ? അതൊക്കെ നോക്കിയിട്ട് മേടിക്കാം. പിന്നെന്താ? ചൂസ് ലീഗൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഇല്ലീഗൽ ആയിട്ടുള്ള സാധനം ഒന്നും വാങ്ങിക്കരുത്. പോയി കഞ്ചാവ് ഒന്നും വാങ്ങിച്ച് കിറങ്ങിയിരിക്കരുത്. ലീഗൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുക. അടുത്തെന്താ പറയണത്? ക്യാഷ് മെമ്മോ. അതായത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ റെസീപ്റ്റ് ബില്ല് മേടിക്കുക അല്ലെ. വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ തെളിവായിട്ട് നമുക്ക് അല്ലെ. നെക്സ്റ്റ് അടുത്തത് ഫയൽ കംപ്ലൈന്റ്സ് ഫോർ പുവർ ക്വാളിറ്റി. നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കംപ്ലൈന്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്
ജോയിൻ കൺസ്യൂമർ സൊസൈറ്റീസ് അല്ലെങ്കിൽ ഫോം കൺസ്യൂമർ സൊസൈറ്റി, കൺസ്യൂമർ അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു നാളെടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ, ഇൻഫർമേഷനെ കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗുഡ്സ് മേടിക്കുക, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അറിഞ്ഞൂടാന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം കഴിഞ്ഞാന്നറിയാലോ. ഓക്കെ, ഭീഷണിയുടെ സ്വരം. അതെ, ഭീഷണി. അടുത്തതാണ് വേസ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള വഴികൾ? യെസ്, ഇത് ഇതിനു മുമ്പും ചോദിച്ചു കണ്ടിട്ടുണ്ടായില്ല, പക്ഷേ ഒരു പ്രാവശ്യം മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കാതിരിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോകാം, ചോദിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പോ വേസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെയാണ് സാറേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഒന്ന് നമ്മൾ സെൽഫ് റെഗുലേറ്റ് ചെയ്യാം. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ അധികാരങ്ങളൊക്കെ സംരക്ഷിച്ചു പോകാനായിട്ട്. നെക്സ്റ്റ് ബിസിനസ് അസോസിയേഷൻസിനെ നമുക്ക് സമീപിക്കാനായിട്ട് പറ്റും. അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? FICCI, CII, ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഒക്കെ അങ്ങനെ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സമീപിക്കാം. പിന്നെ എന്താ പറയുന്നത്, കൺസ്യൂമർ അവയർനെസ് വേണം. നമുക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അൺഫെയർ പ്രാക്ടീസസിനൊക്കെ ഇടയിൽ ചെല്ലാനുള്ള ഒരു ധൈര്യം വേണം. അടുത്തത് കൺസ്യൂമർ ഓർഗനൈസേഷൻസിനെ നമുക്ക് പോയിട്ട് സമീപിക്കാവുന്നതാണ്. അവിടെ ആയിരിക്കും എന്താ നമ്മുടെ കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഗവൺമെന്റ് ലെജിസ്ലേഷൻസ് ഉണ്ട്. നമുക്ക് ഗവൺമെന്റ് അതോറിറ്റീസിനെ പോയിട്ട് സമീപിക്കാം, അല്ലെ കേസ് കൊടുക്കാം, കോടതിയെ സമീപിക്കാം. ഈ വക സംഭവങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, കൺസ്യൂമറിന്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഹെഡിങ് എങ്കിലും 2-3 പോയിന്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുള്ള ഒരു ഓർമ്മ ഉണ്ടാവും മക്കളെ. അപ്പൊ അതെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് സാധനങ്ങളൊന്നും. അടുത്ത എന്താ പറയുന്നത്, റിഡ്രസൽ ഏജൻസീസ്. നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് അതിന്റെ പ്രശ്നപരിഹാരം കിട്ടുക എന്നുള്ളതാണ്. എവിടെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കാന്നും ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചുള്ള റെഡ്രസൽ ഏജൻസി, അതുപോലെ 3 ടയർ മെഷീനറി ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഇത് പറയരുത്. 3 ടയർ മെഷീനറി ഏതാണ് എഴുതി വെക്കുക. ക്ലിയർ ആണെന്ന് ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് റെഡ്രസൽ ഏജൻസി? സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ ജില്ലയിലാണ് നമ്മൾ ആദ്യം പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ആദ്യം പോയി കംപ്ലൈന്റ് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ നമുക്കൊന്നും ബലമൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും, അപ്പീൽ വെക്കും, അല്ലെ, സ്റ്റേറ്റിലേക്ക് പോയി. സ്റ്റേറ്റിൽ കിട്ടിയില്ല, അങ്ങോട്ട് പോയി നമ്മള് നാഷണൽ കമ്മീഷനിലേക്ക്. നാഷണലും വന്നില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം, സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ആ ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഫോറം, പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, ദെൻ സുപ്രീം കോടതി കൃത്യമായിട്ട് വരച്ചു വെക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഓരോ ഫോറത്തിലും എത്ര എമൗണ്ട് ഓഫ് കംപ്ലൈന്റ് കൊടുക്കാം, അല്ലെ, നോക്കാം എത്രയൊക്കെ എമൗണ്ട് വരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിലാണെങ്കിൽ എത്ര കൊടുക്കാൻ പറയാം? ഒരു 20 ലക്ഷം വരെയൊക്കെ ഓക്കെ. നെക്സ്റ്റ് അത് കഴിഞ്ഞാലോ 20 തൊട്ട് 1 കോടി വരെ നിങ്ങൾക്ക് സ്റ്റേറ്റ് കമ്മീഷനിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിടിച്ചെടുക്കാനല്ല, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് 1 കോടിക്ക് മുകളിലാണ് കംപ്ലൈന്റ്സ് എങ്കിലോ നമ്മൾ നാഷണൽ കമ്മീഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. യെസ്. അപ്പൊ നിങ്ങൾ ഈ ഫോറംസും അതിൽ വരുന്ന ആ എമൗണ്ട് ഓഫ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആ എമൗണ്ട് ആണ് കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഇനി പോകുന്നത് ഇനി അപ്പീൽ കൊടുക്കേണ്ട കൂടെ ജസ്റ്റ് നോക്കിക്കാം. 30 ദിവസത്തിനുള്ള നിങ്ങൾക്ക് പ്രശ്നപരിഹാരം കിട്ടിയില്ലെങ്കിലാണ് ഇവിടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് അപ്പീൽ വെക്കുന്നത്. 30 ദിവസത്തിൽ കിട്ടിയില്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലേക്ക് അപ്പീൽ വെച്ചു, നാഷണലിൽ നിന്ന് സുപ്രീം കോടതി. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 വേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റെഡ്രസൽ ഏജൻസീസ് അനുസരിച്ച് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചുള്ള അപ്പെക്സ് അതോറിറ്റി ആർക്കാണ് മക്കളെ? ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ നാഷണൽ കമ്മീഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നാഷണൽ കമ്മീഷൻ ആണ് എന്ത്, ഈ പറഞ്ഞ 3 ടയർ മെഷീനറിയുടെ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? കൈവശിക്കാണ്ട് നാഷണൽ കമ്മീഷൻ ആയിരിക്കും ഈ 3 സെറ്റ് ഓഫ് എന്താണ് റെഡ്രസൽ ഏജൻസിയുടെ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. ഗൂഗിളെ എന്താണ് അവിടെ ഇവിടെ ഞാനിരിക്കണോ സാറിരിക്കണോ? എത്രാമത്തെ ചാപ്റ്റർ ആണ് എന്റെ പൊന്നുമക്കളെ? ഇത് ഈ ക്വസ്റ്റ്യൻ പേര് കാണുന്നില്ലടാ. എടാ ഇപ്പൊ നിങ്ങൾ പേജ് നോക്കാണ്ട് പറയേണ്ടതാണ്. ഇത് പേജ് അതന്നെ. ഈ ടൈമിൽ ഇപ്പൊ നിങ്ങൾ പേജ് പോലും നോക്കാൻ പാടില്ല, അല്ലാണ്ട് പറയണത് ചാപ്റ്റർ ആണ്. നീ ഒഴിവാക്കിയതാണ് എന്താണ്? ആ ടെക്സ്റ്റിലുണ്ടോ 11? ഇല്ലേ? എടാ ഇത് ഏത് ടെക്സ്റ്റ്? ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ് ഉറപ്പിച്ചേക്കോ. ബിസിനസ് സ്റ്റഡീസ് തന്നെയാണോ? എടാ ഇത് പാർട്ട് 1 ആണോ ഇത് ഈ ചാപ്റ്റർ? ആ പാർട്ട് 1 പഠിച്ചിട്ടുണ്ടോ? 2 ഇല്ലേ? എന്റെ കർത്താവ് എടാ ചക്ക ഞാൻ ടാർഗറ്റ് കഴിഞ്ഞു. എടാ പരീക്ഷയുടെ തലേ ദിവസമാണ് അവനോന്റെ ടെക്സ്റ്റൈൽ എടുത്ത് അടുത്തേക്ക്.
ഓക്കെ മക്കളെ, അപ്പൊ ഇത് 11ാമത്തെ ചാപ്റ്റർ ആണെന്ന് അറിയാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. അറിഞ്ഞു വിടാം മക്കളെ, ഇതൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞു കൺസ്യൂമർ റൈറ്റ്, രണ്ടാമത്തേതാണ് സാറേ ട്രീ ടയർ മെഷീനറി സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വേഗം നമുക്ക് ഓടിച്ചു നോക്കാം. റിലീഫ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. എന്തൊക്കെയാണ് നമുക്ക് കൺസ്യൂമേഴ്സിന് കിട്ടാനുള്ള കാര്യങ്ങൾ? ഒന്നാമത് എന്താ, ഡിഫക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മാറ്റി നിന്ന് നമുക്ക് പുതിയ സാധനം എടുത്ത് തരും അല്ലെ. റിമൂവ് ഡിഫക്ട് പ്രൊഡക്ട്സ്. അടുത്തത് റീപ്ലേസ് ഗുഡ്സ് വിത്ത് ന്യൂ വൺ. പഴയ സാധനത്തിന് പകരം പുതിയ സാധനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് അല്ലെ, പ്രൈസ് തിരിച്ചു തരും. അതേപോലെ കോമ്പൻസേഷൻ ഫോർ ലോസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ പരിഹാരം ചിലപ്പോൾ തരും. പിന്നെ എന്താ പറയുന്നത്, സ്റ്റോപ്പ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് കാരണം അവരുടെ ആ ഒരു തെറ്റ് അവര് ചിലപ്പോൾ തിരുത്തിയേക്കും. കൂട്ടിക്കാനും പറ്റും സാറേ. കൂട്ടിക്കാനും പറ്റും. ശരിയാ. അടുത്തെന്താണ്, വിഡ്രോ ഹസാലസ് ഗുഡ്സ്. ആ ഗുഡ്സ് മാർക്കറ്റിൽ അങ്ങനെ നമുക്ക് ഒഴിവാക്കി എടുക്കാം. പിന്നെ കറക്റ്റീവ് അഡ്വർടൈസ്മെന്റ് ഒക്കെ മിസ്ലീഡിംഗ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മക്കളെ, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റിലീഫാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് അവൈലബിൾ നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 4 പോയിന്റ്സ്, ഈ റിലീഫും റെസ്പോൺസിബിലിറ്റീസും ഒരു 4 പോയിന്റ്സ് നോക്കിയാൽ മതി. യെസ് മക്കളെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ 4 പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, റെഡ്രസൽ ഏജൻസീസ്, റിലീഫ്സ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി. ഇത്രയും പഠിക്കാണ്ട് ഈ ചാപ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല സാറേ, കൃത്യമായിട്ട് പോകാൻ. ഇതിപ്പോ തന്നെ നിങ്ങൾക്ക് പഠിക്കാം, ഒരു 5 മിനിറ്റ് ഉള്ളൂ. അടുത്തത് റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. NGO അല്ലെ, NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? കണ്ടക്ട് സെമിനാർസ് ഓൺ കൺസ്യൂമർ ഇഷ്യൂസ്, കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്താ പറയുക, ട്രെയിൻ കൺസ്യൂമേഴ്സ് ഓൺ സ്മാർട്ട് ബൈങ്, പെട്ടെന്ന് എളുപ്പത്തിലെ സാധനങ്ങൾ എങ്ങനെയൊക്കെ നല്ലത് വാങ്ങിക്കാം എന്നുള്ളത് നോക്കുക. ബോയ്ക്കോട്ട് ഡിഫക്റ്റീവ് ഗുഡ്സ്, വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട വലിച്ചെറിയാൻ പറ്റണം. സപ്പോർട്ട് കംപ്ലൈന്റ്സ് അല്ലെ, കംപ്ലൈന്റ് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരും ആര്, ഈ പറയുന്ന NGOs. അതേപോലെ തന്നെ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് അൺഫെയർ പ്രാക്ടീസസ്. അപ്പൊ ഇവരുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? കൺസ്യൂമർ കോർഡിനേഷൻ ആൻഡ് കൗൺസിൽ വരുന്നുണ്ട്, ഡൽഹിയിലത്തെ വോയിസ് വരുന്നുണ്ട്, എന്താണ് കോമൺ കോസ് വരുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് വരുന്നുണ്ട്. ജസ്റ്റ് ഇതൊക്കെ നോക്കി വെച്ചാൽ മതി മക്കളെ, കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ് അടുത്തത് കൺസ്യൂമർ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം, കാരണം ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷനിൽ പറയുന്ന 2 മെയിൻ പോയിന്റ്സ് ഇതാണ്. എന്താണ്? ആരാണോ കൺസിഡറേഷൻ എന്താ? പൈസ കൊടുത്തിട്ട് അല്ലെ, കിട്ടില്ലല്ലോ, പൈസ കൊടുത്തിട്ട് നമ്മളൊരു ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ അയാളോട് കൺസ്യൂമർ ആണ്. അതുപോലെ തന്നെ one who hires services for consideration. സർവീസ് ചെയ്യാനായിട്ട് വീട്ടിൽ വരുന്ന ആൾക്ക് വെറുതെ പോകാൻ പറ്റുമോ? വെള്ളം കൊടുത്തു വിട്ടാൽ മതിയോ? പോരാ, ആൾക്കും പൈസ കൊടുക്കും. അപ്പൊ സർവീസ് ഹയർ ചെയ്യുന്ന ആളും അതുപോലെ ഗുഡ്സ് യൂസ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയാ, കൺസ്യൂമർ എന്ന് പറയും. മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ആർക്കൊക്കെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റും? ആർക്കൊക്കെ ഫയൽ ചെയ്യാൻ പറ്റും സാറേ? കൺസ്യൂമറിന് ഫയൽ ചെയ്യാം അല്ലെ, ഗവൺമെന്റിന് വേണമെങ്കിൽ ഫയൽ ചെയ്യാം. ഞങ്ങളെ പറ്റിച്ചു. അടുത്തത് റെപ്രസെന്റേറ്റീവ് ഓഫ് ന്യൂമറസ് കൺസ്യൂമേഴ്സ്. ഇപ്പൊ ടീച്ചർക്ക് പകരം ഞാൻ പോയി ടീച്ചർക്ക് ഒരു ക്രീം വാങ്ങി തച്ചപ്പോ മുഖത്തൊക്കെ കുരുവെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. കൊടുത്തൂടെ ടീച്ചർക്ക് ഓൺ ബിഹാഫ്. ഇനി അതെങ്ങാനും വാങ്ങി ഉപയോഗിച്ച് ടീച്ചർക്ക് എനിക്ക് അപ്പോഴും ഒന്ന് കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ് കൺസ്യൂമർ പഠിച്ചു വെക്കുക. അതുപോലെ കൺസ്യൂമർ ആർക്കൊക്കെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിലെ 5 ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടി പറയാണ് സാറേ, ടോപ്പിക് പറഞ്ഞു കൊടുത്തുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ്? കൺസ്യൂമറിന്റെ റൈറ്റ്സ് എന്ന് നോക്കിക്കോ. ആദ്യം റൈറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി പഠിക്കാം. അവർക്ക് റിഡ്രസൽ ഏജൻസീസ് എന്തൊക്കെ വഴി എന്തൊക്കെ നമുക്ക് റിലീഫുകൾ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് നോക്കുക. ഏതൊക്കെ റിഡ്രസൽ ഏജൻസീസ് ഉണ്ട്, 3 ടയർ നോക്കുക. എന്താണ്, ആരാണ് കൺസ്യൂമർ നോക്കുക, ആർക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ എന്തായാലും പഠിക്കണം. ക്ലിയർ ആണെന്ന് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാലോ. അടുത്ത 10ാമത്തെ ചാപ്റ്റർ ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ. ഏകദേശം ഒരു 14 മാർക്ക് 15 മാർക്ക് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് ആരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, നന്നായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, നമുക്ക് വേഗം നോക്കാം. ഫസ്റ്റ് എന്താണ് മാർക്കറ്റ്? ഒരുപാട് വരുന്നുണ്ട്, നമുക്ക് ട്രാൻസാക്ഷൻ നടക്കേണ്ട. അതിനെ നമുക്ക് മാർക്കറ്റ് എന്ന് വിളിക്കാം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്ന എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഞാൻ എക്സ്ചേഞ്ചിങ് പ്രോസസ് അല്ലെ, അതിന്റെ ചെയ്യുന്ന ആരാണോ, ഞാനാണ് എന്റെ സാധനങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനാണ് മാർക്കറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് മാർക്കറ്റിംഗ് എന്തൊക്കെ അറിയണം, കസ്റ്റമർ നീഡും വാണ്ടും അറിയാം. നെക്സ്റ്റ് എന്താണ്? ക്രിയേറ്റിംഗ് മാർക്കറ്റ് ഓഫറിംഗ് അല്ലെ, ഇത്ര രൂപ ഡിസ്കൗണ്ട് തരികയാണ് അല്ലെങ്കിൽ ഇത്ര രൂപയുടെ വിലക്കാണ് ഈ ഐറ്റം കിട്ടുന്നത്. ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി ഓഫേഴ്സ് തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഭാഗ്യം ചെയ്ത് സാധനം വാങ്ങിക്കാം. ഇനി അടുത്തത് കസ്റ്റമർക്ക് ഒരു വാല്യൂ കൊടുത്ത് പ്രൊഡക്റ്റ് കൊടുക്കണം അല്ലെ. നെക്സ്റ്റ് അടുത്തത് എക്സ്ചേഞ്ച് മെക്കാനിസം ആണ് അല്ലെ. പൈസ കൊടുത്തിരിക്കണം.
ബാർട്ടർ സിസ്റ്റം ഒന്നല്ല, അത് കാരണം പൈസ തന്നെയായിരിക്കും ട്രാൻസാക്ഷൻ ഇപ്പോൾ ഉള്ളത്. ഓക്കെ നെക്സ്റ്റ് ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. അടുത്ത നോക്കാം. ഇനി അടുത്ത് പറയാൻ പോകുന്ന പോർഷൻ നെക്സ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മക്കളെ പഠിച്ചു വെച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്? പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്ടിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. എന്തിന്റെയൊക്കെ ആക്ടിവിറ്റീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പ്രൊഡക്ട്സ് ആൻഡ് ശരിക്കും മാർക്കറ്റിംഗിന്റെ കൂടെ ആ മാനേജ്മെന്റിന്റെ കാര്യം എഴുതിയാൽ മതി. പ്രൊഡക്റ്റും സാധനങ്ങളും നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ പറഞ്ഞ സകലമാന പരിപാടികളും മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സാറേ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? വേണ്ടാത്ത വല്ല ചാപ്റ്റർ ഉണ്ടോ സാറേ? വേണ്ടാത്ത വല്ല ചാപ്റ്റർ ഉണ്ടോ? ഒഴിവാക്കാൻ പറ്റുമല്ലോ ഇതൊക്കെ. ഡിലീറ്റ് പോർഷൻ പറഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പൊ നോക്കാം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്ന് വൃത്തിയായിട്ട് പഠിക്കാം. ഇനി നമുക്ക് മാർക്കറ്റിംഗിന്റെയും സെല്ലിംഗിന്റെയും ഡിഫറൻസിലേക്ക് പോയാലോ? എന്തൊക്കെയാണ് മാർക്കറ്റിംഗ്, എന്താണ് സെല്ലിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വൈഡർ കൺസെപ്റ്റ് ആണ്. അപ്പൊ സെല്ലിംഗ് എങ്ങനെയായിരിക്കും സാറേ? നേരം അല്ല, ഒരാൾക്ക് വിറ്റാൽ മതി, ഞാൻ ടീച്ചർക്ക് മാത്രം വിറ്റാൽ മതി. മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ക്യാൻവാസ് ചെയ്യാം. മാർക്കറ്റിംഗ് എന്തുണ്ട്? പ്രൊഡക്റ്റ് പ്ലാനിംഗ് ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷെ സെല്ലിംഗിലാണെങ്കിലോ സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുക. അടുത്തത് മാർക്കറ്റിംഗിലാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇമ്പോർട്ടന്റ്. സെല്ലിംഗിലാണെങ്കിൽ സെല്ലറുടെ സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് പൈസ കിട്ടിയാൽ മതി, എനിക്ക് കൂടുതലൊന്നും പറിച്ച കാര്യം വേണ്ട. ഇവിടെ എങ്ങനെയാ പ്രോഫിറ്റ് ഉണ്ടാക്കുക? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് മാർക്കറ്റിംഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അടുത്തതാണെങ്കിലോ സെയിൽസിന്റെ മാക്സിമൈസേഷൻ. സെയിൽസ് കൂട്ടിയാൽ മാത്രമേ അവർക്ക് ലാഭം കിട്ടുള്ളൂ. ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷന് മുൻപ് എന്ത് ചെയ്യും? നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ടീച്ചറിനോട് ആദ്യമേ ചെന്ന് പറയണം, ടീച്ചറെ അതെ എന്റെ വീട്ടിൽ കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട അടിപൊളിയാണ്, അതൊക്കെ തെച്ച് ഞാൻ മുടിയൊക്കെ ഉപ്പൂറ്റി വരെ എത്തുന്ന ആദ്യമേ ഞാൻ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ടീച്ചർക്ക് അത് വാങ്ങിക്കാൻ സാർ ഉണ്ടാക്കി കഴിയുമ്പോൾ കൊണ്ടുപോവാ എന്ന് പറയുള്ളൂ. അത് മാർക്കറ്റ് ചെയ്യണം പോയിട്ട്. ഓക്കെ നെക്സ്റ്റ് അടുത്തത് പ്രോഫിറ്റ് ത്രൂ. അടുത്തത് സെല്ലിംഗ് ആഫ്റ്റർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് ശേഷം മാത്രമേ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ നെക്സ്റ്റ് അടുത്തത് എന്താണ്? കസ്റ്റമർ ഓറിയന്റഡ് ആണ്. മാർക്കറ്റിംഗ് പറയുമ്പോൾ കസ്റ്റമർ സ്വാധീനിക്കലാണ്. അപ്പൊ കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കും. സെല്ലിംഗ് പറയുമ്പോഴോ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. ഈ പ്രൊഡക്റ്റിനാണ് ഗുണം, മാർക്കറ്റിംഗ് അല്ല. അടുത്തത് എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് പറയുമ്പോൾ ഓർക്കേണ്ട പ്രിൻസിപ്പിൾ ആണ് ലെറ്റ് സെല്ലർ ബിവെയർ. സെല്ലിംഗ് ആണെങ്കിലോ let the buyer beware. വാങ്ങിക്കുന്ന വേണേ സൂക്ഷിച്ചാൽ മതി. എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ മാർക്കറ്റിംഗ് ആണ് ടീച്ചർ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, വാങ്ങാത്ത മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഡിഫറൻസ് ഒരു 4 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾസ് ഓർത്ത് വെച്ചിട്ട് ചിലപ്പോ വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഈ ബയർ ബിവെയറും സെല്ലർ ബിവെയറും ഏതിന്റെയൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. മാറിയും തിരിഞ്ഞും പോയി എന്ന് വിചാരിക്കരുത്. മാർക്കറ്റിംഗിനെ സെല്ലറാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനാണ് പരസ്യം ഇടുന്നത്. അപ്പൊ ഞാൻ തെറ്റിച്ച് പരസ്യം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടും. പിന്നെ എന്താ ബയ്യറുടെ ഉദ്ദേശമാണ്. അയാളുടെ കഷ്ടകാലം അത്രേ ഉള്ളൂ. ഓക്കെ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് ആണ് മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റ്. ഇതിൽ നിന്ന് വൺ വേർഡ് ചോദിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം. മൊത്തം എത്ര കൺസെപ്റ്റ് ഉണ്ട് സാറേ? 5 കൺസെപ്റ്റ്. ഏതൊക്കെയാണ് ഫസ്റ്റ് കൺസെപ്റ്റ്? പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ് ആണ് ആദ്യം പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മാത്രം ഒരുപാട് ഉണ്ടാക്കാം, അത്ര മാത്രമേ കൺസെപ്റ്റ് പറയുന്നുള്ളൂ. ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. അടുത്തെന്താണ്? പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വാളിറ്റി കൂടി കുറച്ചൊന്ന് കൺസിഡർ ചെയ്യണം. ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് അടുത്തതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് ആണ്. സെല്ലിംഗ് എന്താ പറയുന്നത്? അഗ്രസീവ് സെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അടുത്താണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. കസ്റ്റമറുടെ നീഡും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് പ്രൊഡക്റ്റ് വിൽക്കേണ്ടത്. നെക്സ്റ്റ് അടുത്തത് സോഷ്യോ മാർക്കറ്റിംഗ്. കസ്റ്റമറും പ്ലസ് സോഷ്യൽ വെൽഫെയറും കൂടി നോക്കുമ്പോൾ എന്ത് വരാം? സോഷ്യോ മാർക്കറ്റിംഗ് വരാം. മക്കളെ അപ്പൊ നിങ്ങള് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, ഞാൻ വീണ്ടും പറയാണ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. അതാണ് എപ്പോഴും വൺ വേർഡ് ചോദിച്ച് കണ്ടേക്കുന്നത്. ക്വാണ്ടിറ്റിനെക്കാട്ടും ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അതുപോലെ സോഷ്യോ മാർക്കറ്റിംഗ് കൺസെപ്റ്റും കൂടി നോക്കാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സോഷ്യൽ വെൽഫെയറും ആണ് എന്താണ് സോഷ്യോ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് അവർക്ക് സീറ്റിൽ നിന്ന് പൊന്താൻ വയ്യ. മക്കളെ നിങ്ങൾ ഉറങ്ങോ? ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു എസ്സേ പറഞ്ഞു സോറി ചാപ്റ്ററിലത്തെ. അതെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ ഉള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ് സാറേ? ഗ്യാതറിംഗ് ആൻഡ് അനലൈസിംഗ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ. അല്ലെ, മാർക്കറ്റിൽ നടക്കുന്ന എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് സാധനം നല്ല രീതിയിൽ സെയിൽസ് നടത്താൻ പറ്റുള്ളൂ. മാർക്കറ്റിംഗ് പ്ലാനിംഗ്. എങ്ങനെ ഞാൻ നിങ്ങളെ പറ്റിക്കണം, എങ്ങനെ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യാം. ഡെവലപ്മെന്റ്. ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം അറിഞ്ഞിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ കൊണ്ടുവരാൻ. അടുത്ത് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. അതെ, എ ഗ്രേഡ് പ്രൊഡക്ട്സ്, ബി ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിനെ തരം. അടുത്തത് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. അല്ലെ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ലേബൽ ചെയ്തിടുക. നിങ്ങൾ ഈന്തപ്പഴം വാങ്ങിയപ്പോ കണ്ടിട്ടുണ്ടോ? നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം, ഇടത്തരം ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട്. അടുത്തെന്താ പറയുന്നത്? ബ്രാൻഡിംഗ്.
നല്ലതായി തരുന്ന നല്ല ബ്രാൻഡ് നോക്കിയിട്ടായിരിക്കും ആൾക്കാർ ചിലപ്പോ ഐറ്റംസ് മിക്കവാറും പിക്ക് ചെയ്യാറ്. അടുത്തത് കൺസ്യൂമർ സപ്പോർട്ട് സർവീസസ്. ഇനി വിറ്റാ മാത്രം പോരാ, അതിനുശേഷം അവർക്ക് സർവീസസും കാര്യങ്ങളും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം. പിന്നെ പ്രൈസിങ്, ഒരു സാധനത്തിന്റെ വില നോക്കാൻ നേരത്ത് കൃത്യമായിട്ട് നോക്കി കണ്ടിട്ട് നമുക്കുണ്ടായ ചെലവായ കോസ്റ്റ് വിത്ത് പ്രോഫിറ്റ് ആയിരിക്കും എന്ത് നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത്. അടുത്തത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആണ്. അതിന്റെ തന്നെ അഡ്വർടൈസ്മെന്റ്, പേഴ്സണൽ സെല്ലിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിലെന്താ വരുന്നത്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലെ നമ്മുടെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. 3 ലെവൽ വേണോ, 4 ലെവൽ. അടുത്ത എന്താ പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് നിന്ന് കൺസ്യൂമറിന്റെ പ്രൊഡ്യൂസറുടെ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് എടുത്ത് വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റോറേജ് വെയർ ഹൗസ് ആണ്. ടൈമിന്റെ ഇൻട്രസ്റ്റ് എടുത്ത് വേണ്ടത് സ്റ്റോറേജ് വെയർ ഹൗസ് ആണ്. മക്കളെ അപ്പൊ എല്ലാം പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 8 എണ്ണം പഠിച്ചു വെക്കുക. കാരണം എസ്സേ ചോദിക്കും, അതിന്റെ എക്സ്പ്ലനേഷൻ വൃത്തിയായിട്ട്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് എന്തൊക്കെ ചെയ്യുന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ പ്രൈസ് ചെയ്യണം, ബ്രാൻഡിങ് ചെയ്യണം, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ നോക്കണം അല്ലെ. പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട് സാറേ. കാരണം ഓൾറെഡി ബ്രാൻഡിങ്ങും പ്രൈസിങ്ങും പ്രൊമോഷനും ട്രാൻസ്പോർട്ടേഷനും പാക്കേജിംഗ് ഒക്കെ സെപ്പറേറ്റ് ഒരു അത് പഠിക്കുന്നുണ്ട്. യെസ് മരിയ, നമ്മുടെ പഴയ കുട്ടി. യെസ് മരിയ. മരിയ കുറെ നാളായില്ലേ കേറിയിട്ട്? ഇന്ന് കേറിയാണോ? യെസ് ഓക്കെ. ഹായ്. പിന്നെ എങ്ങനെയുണ്ടായ എക്സാം ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ. യെസ് അപ്പൊ ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ നോക്കാം, ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മക്കളെ ഒരു 8 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇത് പഠിക്കുമ്പോൾ പഠിക്കാത്ത പോർഷൻസ് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി പഠിച്ചു പോയ ഹെഡിങ്ങും എക്സ്പ്ലനേഷൻസും വായിച്ചു റോൾ അഥവാ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ഫേമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താ, കസ്റ്റമർ ഓറിയന്റഡ് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ഫേമിന്റെ ഉദ്ദേശം. പിന്നെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഈ പറയുന്ന 3 സംഗതിയുള്ള എന്ത് എക്കണോമി ആണെന്നുണ്ടെങ്കിലോ എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുക, എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബൂസ്റ്റ് ഇൻകം കൂട്ടുക, കൺസപ്ഷൻ കൂട്ടുക, സേവിങ്സ് കൂട്ടുക അല്ലെ. ഇതൊക്കെയാണ് എന്താ എക്കണോമിയുടെ കാര്യം. ഇപ്പൊ 2 രീതിയിലാണ് മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു എസ്സേയിലേക്ക് പോയാലോ. ഈ ചാപ്റ്ററിലെ എസ്സേയുടെ പെരുമഴയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്താണ് മാർക്കറ്റിംഗ് മിക്സ്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സ്? 4 സംഗതികൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയാം. മെയിൻ ആയിട്ട് എന്താണ് 4 P's എന്ന് പറയും. എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. യെസ് മക്കളെ, ഇതില് പ്രൈസ് മാത്രം എടുത്ത് 1 വേർഡ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ മെറ്റീരിയൽ കൊടുത്തേക്കുന്ന പ്രൈസിന്റെ ഡെഫിനിഷൻ നിങ്ങൾ വൃത്തിയായിട്ട് ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വാല്യൂവിനാണ് എന്ത് പറയാ, പ്രൈസ് എന്ന് പറയാ. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രൈസിന്റെ 1 വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട. ഫസ്റ്റ് തരം പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. എന്താ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? അതിനകത്ത് നോക്കേണ്ട എന്തൊക്കെയായിരിക്കും? ഫീച്ചർ നോക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തൊക്കെയാണ്, എന്ത് പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത്, അതിന്റെ ക്വാളിറ്റി, ബ്രാൻഡ് ഉണ്ട്, പാക്കേജിങ്, സർവീസസ്, വാറന്റി, ഗ്യാരണ്ടി, ഈ വക സാധനങ്ങളൊക്കെയാണ് എന്ത് പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആയിട്ട് ഉണ്ടാവുക. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് വാല്യൂവിന് വേണ്ടി മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് എന്ത് പറയാ, പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പ്രൈസ് ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞ പ്രൈസിനെ കുറിച്ച്? അതിന്റെ സ്ട്രാറ്റജി ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും, അതിന്റെ അലവൻസോ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റിനെ പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പൊ കസ്റ്റമറിന് വേണ്ടി നമ്മളൊരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന അവർ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് മണി ആണ് എന്ത് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്താണ് പ്ലേസ് ആണ് അല്ലെ. പ്ലേസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ എന്താണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരും, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും വരും. അപ്പൊ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളും അതുപോലെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്ലേസിൽ വരും. നെക്സ്റ്റ് അടുത്തതാണ് പ്രൊമോഷൻ. അതാണ് വലിയ സംഭവം അല്ലെ. നമ്മൾ അഡ്വർടൈസ്മെന്റ്സും സെയിൽസും കാര്യങ്ങളും പബ്ലിക് റിലേഷൻസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഡയറക്ട് മാർക്കറ്റിംഗ് അടക്കം അല്ലെ, നേരിട്ട് ഒരു കാര്യം ഒരാളോട് പറഞ്ഞിട്ട് വരെ വിൽക്കുന്ന പരിപാടികളാണ് പ്രൊമോഷൻ. കൂടി കഴിഞ്ഞാൽ എന്തായി, മാർക്കറ്റിംഗ് മിക്സ് ആയിട്ട് മാറി. യെസ് ഓക്കെ. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നെ എസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ പറഞ്ഞ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ഒക്കെ എഴുതി വെച്ചിട്ട് വീണ്ടും ഓരോന്നിന്റെ ഓരോ റിലേറ്റഡ് ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക അല്ലെ. ഞാൻ മായ ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇനി പറയാൻ പോകുന്നത് പ്രൊഡക്റ്റിന്റെ എന്താണ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ? കൺസ്യൂമർ പ്രൊഡക്ട്സ് ആയിട്ടും നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഇൻഡസ്ട്രി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഷുവർ ആയിട്ട് പഠിക്കണം. കാരണം 1 വേർഡ് ഒക്കെ ഒരുപാട് ചോദിക്കും, ക്ലാസിഫിക്കേഷൻ ചോദിക്കും. അപ്പൊ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? ഷോപ്പിംഗ്, ഡ്യൂറബിലിറ്റി. യെസ് ഓക്കെ. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്? കൺവീനിയൻസ് നമുക്ക് പെട്ടെന്ന് പോയി ഓടിച്ചൊന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മള് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടൈമും എഫോർട്ടും എടുക്കാണ്ട് നമ്മൾ മേടിക്കുന്ന ഗുഡ്സ് ആണ് എന്ത് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് അടുത്തതാണ് ഷോപ്പിംഗ് പ്രൊഡക്ട്സ് അല്ലെ. നിങ്ങൾ കടയിൽ പോയിട്ട് 1 കിലോ അരി ഷോപ്പ് ചെയ്യാൻ പോയി എന്ന് പറയോ? ഇല്ല, നേരെ വെച്ചൊരു ബാഗോ ഡ്രസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഷോപ്പിങ്ങിന് പോയി എന്ന് പറയും അല്ലെ. അപ്പൊ ഷോപ്പിംഗ് പ്രൊഡക്ട്സ് ആണ് അതിന്റെ അകത്ത് പറയുന്നത്. ടൈം എഫേർട്ട് എടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. അത് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. സ്പെഷ്യാലിറ്റിയിൽ എന്തായിരിക്കും പറയാ, നിങ്ങൾ കുറച്ച് കാലമായിട്ട് പൈസ കൂട്ടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഐറ്റം വാങ്ങുകയാണെങ്കിൽ അതിന് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ആണ്. ജ്വല്ലറീസ് പറയാം, ലക്ഷറി പ്രൊഡക്ട്സ് എല്ലാം സ്പെഷ്യാലിറ്റിയിൽ വരും. സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ എഫോർട്ട് എടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെ. മെയിൻ ആയിട്ട് പെയിന്റിങ്, ആന്റിക് ഒക്കെയാണ് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് വരാം. ഈ പറഞ്ഞ ജ്വല്ലറി ഷോപ്പിംഗ് എഫോർട്ട് വരുന്ന ഷോപ്പിംഗ് എഫോർട്ട് പ്രൊഡക്റ്റ് വരും കേട്ടോ. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ നോക്കാം. കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഗ്രോസറി ഐറ്റംസ് ഒക്കെ കൺവീനിയൻസ് പ്രൊഡക്റ്റ് ആണ്. ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ മേടിക്കുന്ന എന്താണ്, ഫ്രിഡ്ജ് മേടിച്ചു, വാഷിംഗ് മെഷീൻ മേടിച്ചു, ഒരു കാർ വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്താണ് ജ്വല്ലറി വാങ്ങിച്ചു, ഇതൊക്കെ എന്താണ്, ഇത് ഷോപ്പിംഗ് പ്രൊഡക്റ്റ് ആണ്. സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പെയിന്റിംഗ് മേടിക്കുക അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് മേടിക്കുക. അപ്പൊ നമ്മളങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒരു എഫോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കണത് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇതിന് ഉപയോഗമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി വാങ്ങിക്കണം. എന്താണ് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ഡ്യൂറബിൾ പ്രൊഡക്റ്റും നോൺ ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സാറേ? ഡ്യൂറബിൾ പ്രൊഡക്ട്സ് ഒരുപാട് കാലം നിൽക്കുന്ന സാധനങ്ങളാണ്. ഫ്രിഡ്ജ് വാങ്ങിച്ചു, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, ഒരുപാട് കാലം ഇതെല്ലാം ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഗാഡ്ജറ്റ്സ് എല്ലാം വരുന്നത് ഡ്യൂറബിലിറ്റിയുടെ ബേസിലാണ്. നോൺ ഡ്യൂറബിൾ എന്ന് വെച്ചാൽ പെരിഷബിൾ ആയിട്ടുള്ള സാധനം, ഗ്രോസറീസ്, കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ് എല്ലാം നോൺ ഡ്യൂറബിൾ. ഇത് കൂടാണ്ട് ഒരു സാധനം കൂടെ വരും, സർവീസ് അല്ലെ. ടേർഷ്യറി സെക്ടർ ആണ് എന്താ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓറിയന്റഡ് സർവീസസ് വരും, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരും, ഈ വക സാധനങ്ങളെല്ലാം വരുന്നതാണ് എന്താ സർവീസസ്. ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. മെറ്റീരിയൽസും പാർട്സും വരുന്നുണ്ട്, പിന്നെ ക്യാപിറ്റൽ ഐറ്റംസും വരുന്നുണ്ട്, പിന്നെ സപ്ലൈസ്, ബിസിനസ് സർവീസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് കൺസ്യൂമർ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി മുക്കാൽ മാർക്ക് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അകത്തുള്ള കണ്ടന്റ് ഇങ്ങനെയൊക്കെ തള്ളി വെച്ചാൽ ചിലപ്പോൾ ടീച്ചേഴ്സ് പെട്ടെന്ന് വായിച്ചിട്ടില്ല. നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഭാഗ്യം പോലെ കിട്ടാം. അടുത്താണ് ബ്രാൻഡിങ്. എന്താണ് ബ്രാൻഡിങ്? മെയിൻ ആയിട്ട് നോക്കുക, എന്താണ് ബ്രാൻഡിങ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ബ്രാൻഡ് എന്താണെന്നുള്ളത്. ഒരു പ്രൊഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു ഒപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സിംബലോ അതിന്റെ എന്തെങ്കിലും ഒരു ഡിസൈനോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്, ഇതിന്റെ കമ്പനി അറിയാൻ പറ്റണം. ഞാനേക്കാണ്, അല്ലെങ്കിൽ ഒരു 3 കട്ട വെച്ച് കഴിഞ്ഞാൽ അഡിഡാസ് ആണെന്നൊക്കെ കടിച്ച ആപ്പിൾ കണ്ട ആപ്പിളാന്ന് മനസ്സിലാക്കി. ടീച്ചർ കടിച്ചു, ഞാൻ കടിച്ചിട്ടില്ല സാർ. അപ്പൊ നോക്കി ഇതേപോലെ എന്താണ് കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പേര് കൊടുക്കുക, സൈൻ കൊടുക്കുക, ഇതൊക്കെയാണ് എന്ത് ബ്രാൻഡിന്റെ കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നോക്കുന്ന ടേംസ് ആണ് ഒന്നാമത്തെ ബ്രാൻഡ്. അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നോക്കുക, പിന്നെ ബ്രാൻഡിന്റെ മാർക്ക് വരിക, ട്രേഡ് മാർക്ക്. അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രേഡ് മാർക്കും ബ്രാൻഡ് മാർക്കും, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങും ട്രേഡ് മാർക്കും ഒന്നാണോ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. മക്കൾ ശ്രദ്ധിക്കുക. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അമുൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുക്കുകയാണ്. അമുൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുക്കുമ്പോൾ അതില് എന്താണ്, അമുൽ എന്ന് പറഞ്ഞ പേരില്ലേ, അതാണ് എന്ത്, ബ്രാൻഡ് നെയിം. അതുപോലെ അമുൽ ആ പെൺകുട്ടിയിലെ, അത് ബ്രാൻഡ് മാർക്കാണ്. ഓക്കെ, അതേപോലെ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, നമ്മൾ ഈ ബ്രാൻഡിനെയും ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ട്രേഡ് മാർക്ക്. അപ്പൊ അതെപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ട്രേഡ് മാർക്കും ബ്രാൻഡ് മാർക്കും എന്താണ്, ബ്രാൻഡ് മാർക്കിന് രജിസ്ട്രേഷൻ കൊടുക്കുന്ന പരിപാടിയാണ് എന്ത്, ട്രേഡ് മാർക്ക്. പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ബ്രാൻഡിന്റെ ടേംസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബ്രാൻഡിങ്ങിൽ വരുന്ന അഡ്വാൻറ്റേജസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറേ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാം, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അതെ, പ്രൊഡക്റ്റ് വേറെ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അഡ്വർടൈസിംഗിന് ഡിസ്പ്ലേ ചെയ്യാൻ എളുപ്പം അല്ലെ. നല്ല രീതിയിൽ ഒരു ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും, അതിനെ പുറമെ കാണിക്കാൻ പറ്റും. എനേബിൾസ് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്. പ്രൈസ് കൊടുക്കാൻ പറ്റും. അതെ, ടീച്ചറിന്റെ പ്രൊഡക്റ്റിനേക്കാളും നല്ല രീതിയിൽ എന്റെ പ്രൊഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യണമെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് എടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ടീച്ചർക്ക് തരുന്നുണ്ട്. Helps to introduce new product അല്ലെ. ഒരു പുതിയ സാധനം വരുമ്പോ ഇന്ന ബ്രാൻഡിന്റെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തെന്താ പറയുക, കൺസ്യൂമേഴ്സിന്റെ കാര്യത്തിലോ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എനിക്കിത് ഇന്ന ബ്രാൻഡിന്റെ ബാഗ് മതി, ഇന്ന ബ്രാൻഡിന്റെ ഷർട്ട് മതി, എളുപ്പം പോയി പറയാം. അടുത്തത് എൻഷുവേഴ്സ് ക്വാളിറ്റി ലെവൽ അല്ലെ. അലൻസോളിയുടെ ഷർട്ട് വാങ്ങുവാണെങ്കിൽ എനിക്ക് കുറെ കാലം നിൽക്കും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആരോസിന്റെ ഷർട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്ക് കുറെ കാലം നിൽക്കുന്നു, എനിക്ക് അത് തന്നെ പ്രിഫർ ചെയ്യാൻ പറ്റും. അടുത്തെന്താ പറയുന്നത്, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എല്ലാവരും ആപ്പിളിന്റെ ഫോൺ വാങ്ങിയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ലേ, എന്തിനാണ് ആപ്പിളിന്റെ ഫോണാന്ന് കാണിക്കാൻ വേണ്ടിട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ മക്കളെ ഇത് കൺസ്യൂമറിന്റെ ഫേംസിന്റെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പോയാലും എളുപ്പമായിട്ട് പഠിക്കാനും എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത നോക്കാം. അടുത്തതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഇത് അതിലും ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഒരു നല്ലൊരു ബ്രാൻഡിന് വേണ്ട സാധനങ്ങൾ, ഇമ്പോർട്ടൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് എങ്ങനെയായിരിക്കും ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്, പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് നോക്കാൻ പറ്റണം അല്ലെ. അപ്പൊ ഷോർട്ട് ആൻഡ് ഈസി റിമെമ്പർ ചെയ്യാനുള്ള എളുപ്പമായിരിക്കണം. നെക്സ്റ്റ് അടുത്തത്
പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സോ ക്വാളിറ്റീസ് ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡ് നെയിം ആണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. അടുത്ത ഡിസ്ട്രിക്റ്റീവ് ആണ്, ഡിഫറെന്റ് ആയിരിക്കണം. മറ്റു കോമ്പറ്റീഷൻസ് ഡിഫറൻഷ്യാലിറ്റി കറക്റ്റ് പാക്കിംഗ് കൊള്ളണതായിരിക്കണം. ഒരുപാട് വലിയ പേരൊക്കെയാണെങ്കിൽ വായിച്ചെടുക്കാൻ തന്നെ കുറെ നേരം എടുക്കും. അടുത്തത് ന്യൂ പ്രൊഡക്ട്സ്. പുതിയ സാധനത്തിന് ഇടാൻ നേരത്തും അതും കൂടി പഴഞ്ചൻ പേരൊക്കെ കൊണ്ടിട്ടിട്ട് എല്ലാ സാധനത്തിനും അത് തന്നെ കൊടുക്കാന്ന് ഇച്ചിരി മെനക്കേടായിരിക്കും. അപ്പൊ ഇച്ചിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പേരുകൾ, പുതിയ പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന പേരുകളായിരിക്കണം. നെക്സ്റ്റ് അടുത്തത് ലീഗലി രജിസ്റ്ററബിൾ ആയിരിക്കണം. ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, മറ്റൊരു ആൾ ആക്സസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും പോയിട്ട് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്ത് വെച്ചേക്കാം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ അതിന്റെ ക്വാളിറ്റീസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈസി ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം, പാക്കേജിംഗ് അഡാപ്റ്റബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റും ക്വാളിറ്റിയും പറയുന്നതായിരിക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? 4 പോയിന്റ് പഠിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് അടുത്തത് പാക്കേജിംഗ്. യെസ്, പാക്കേജിംഗ് എന്താ? ഒരു സാധനത്തിന്റെ പ്രൊട്ടക്ഷൻ അല്ലേ? അപ്പൊ 3 ലെവൽ ഓഫ് പാക്കേജിംഗ് എന്ന് പറയുന്നത്, അപ്പൊ ഒരു സാധനത്തിനെ റാപ്പ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതിനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. 3 ലെവലിൽ നമുക്ക് ചെയ്യാം, പ്രൈമറി, സെക്കൻഡറി. സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ? ഇപ്പൊ നമ്മൾ ടൂത്ത് പേസ്റ്റ് നമ്മൾ എന്താണ്, ആ പേസ്റ്റ് ഫില്ല് ചെയ്യുന്ന ട്യൂബാണ് എന്ത്, പ്രൈമറി പാക്കേജിംഗ് എന്ന് പറയുന്നത്. കയ്യിലെടുത്ത് വെക്കാൻ പറ്റില്ല. അടുത്തത് സെക്കൻഡറി എന്ന് പറയുന്നത് എന്താ, അതിന്റെ പുറമെ ഇടുന്ന പ്ലാസ്റ്റിക് പേപ്പർ എന്തോ അതിന്റെ ഒരു കോൾഗേറ്റ് പെട്ടി, അതാണ് സെക്കൻഡറി പാക്കേജ്. ആ ട്യൂബിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അഡീഷണൽ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ. ഈ ടേർഷ്യറി ലെവൽ അഥവാ ട്രാൻസ്പോർട്ടേഷൻ ലെവൽ എന്ന് പറയുന്നതാണ് എന്ത്, അത് വലിയ കാർട്ടൺ ബോക്സിലൊക്കെ ആക്കി കെട്ടിപ്പൂട്ടി വെച്ച് നിങ്ങൾ ആമസോണിൽ സാധനം വാങ്ങിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റ് 1 ബാഗിലിടും, 2 ബാഗിലിടും, 3 ബാഗിലിട്ടിട്ടാണ് നിങ്ങൾക്ക് പൊതുവെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാം. അപ്പൊ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഫെസിലിറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാക്കേജിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ സൈലന്റ് സെയിൽസ്മാൻ? മക്കളെ, സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് പാക്കേജിംഗ് ആണ്. ക്ലിയർ ആണല്ലോ? സൈലന്റ് സെയിൽസ്മാൻ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിംഗിലെ സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് പാക്കേജിംഗ് ആണ്. എന്തുകൊണ്ടാ? കാരണം ഒരു സാധനത്തിന്റെ പാക്കും കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ സംഭവം വാങ്ങിക്കുന്നത്. പേര് പോലും മിക്കവാറും വായിച്ചു നോക്കൂല, നമ്മൾ അതിന്റെ കളറും സാധനം കണ്ടിട്ടായിരിക്കും മോസ്റ്റ്ലി. പറയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ സൈലന്റ് സെയിൽസ്മാൻ ആണ്. സെയിൽസ്മാന്റെ ആവശ്യമേ ഇല്ല. പ്രൊഡക്റ്റിന്റെ പാക്കേജിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? എയ്ഡ്സ് ടു പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ അല്ലെ? പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് എന്ത്, പാക്കേജിംഗ്. ഡാമേജ് വരാതിരിക്കാനൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്തത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവീനിയന്റ് സ്റ്റോറേജ്, നമുക്ക് എടുത്തു വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മറ്റുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയാനുള്ള കാരണം ചോദിക്കുമ്പോൾ ഈ ഫംഗ്ഷൻസ് ആണ് നിങ്ങൾ എടുത്ത് എഴുതുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ലൈസ് വാങ്ങിക്കാൻ നേരത്തെ പച്ച ലൈസോ ഓറഞ്ച് ലൈസോ ചുമന്ന ലൈസ് എന്ന് പറഞ്ഞിട്ടല്ല വാങ്ങിക്കാറ്. അല്ലാണ്ട് അതിന്റെ അകത്തെ കണ്ടന്റ് ഗാർലിക് ഇട്ടത്, അല്ലാണ്ട് ചില്ലി ഫ്ലേവർ ഉള്ള ലേസ് എന്ന് പറഞ്ഞിട്ടല്ലോ വാങ്ങിക്കുന്നത്. ചില ഒരു പച്ച ലേസ് അല്ലെ? അതാണ് പാക്കേജിംഗിന്റെ ഗുണം. പുള്ളിക്കാരൻ അങ്ങനെ വാങ്ങിക്കാറ്, മനസ്സിലായി. ഞാൻ വാങ്ങിക്കലൊക്കെ നിർത്തി. പെട്ടെന്ന് പണി കിട്ടി. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്തത് ലേബലിംഗ് ആണ്. ഓക്കെ, ലേബലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാക്കേജിംഗുമുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കിനെയാണ് എന്ത് പറയാ, ലേബലിംഗ് അല്ലെ? യെസ്. അപ്പൊ അതിനെന്തൊക്കെയാ പറയാ, ലേബലിംഗിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ഡിസ്ക്രൈബ് ദി പ്രൊഡക്റ്റ് അല്ലെ? അതിന്റെ യൂസേജ്, കാര്യങ്ങൾ, അതിന്റെ കോഷൻസ്, കണ്ടന്റ് ഒക്കെ എഴുതി വെക്കുന്നതാണ് എന്താ ലേബൽ എന്ന് പറയുന്ന സാധനം. ഏതൊരു പ്രൊഡക്റ്റ് എടുത്തോ നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ സകലമാന സംഗതികളും അതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണ്, യൂസ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അടുത്തത് പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെ? പ്രൊഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ലേബൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഉറങ്ങുകയാണോ മോനെ? ഇവിടെ താരാട്ട് പാട്ടാ. നേരെ ചാടിയിട്ടിരുന്നേ, ഇതൊക്കെ മിസ് ചോദിക്കും. എന്താ മോനെ, അടി വേണോ? യെസ്. അടുത്തത് ഹെൽപ്സ് ഗ്രേഡ് പ്രൊഡക്റ്റ് അല്ലെ? ഒരു പ്രൊഡക്റ്റിനെ ഗ്രേഡ് ചെയ്യാൻ. എ ഗ്രേഡ് നല്ല പ്രൊഡക്റ്റ് ആണ്, മോശമാണെന്നൊക്കെ ഉള്ളത് അതിന്റെ ഗ്രേഡിംഗ് വെച്ചിട്ട്. ഈ ഗ്രേഡിംഗ് ഒക്കെ ഉണ്ടാവട്ടോ, നിങ്ങൾ സോപ്പിന്റെ ഒക്കെ പാക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നോക്കി കാണാൻ പറ്റും ഇത്ര ഗ്രേഡഡ് ആണ് എന്നൊക്കെ കാണാം. അടുത്തെന്താ പറയണത്? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളും ഇൻഫർമേഷൻസും എല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാനും നമ്മൾ ലേബൽ യൂസ് ചെയ്യാറ്. അപ്പൊ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പ്രൊഡക്റ്റിന്റെ എന്താണ് പേരും നാളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുന്ന സാധനം. അതന്നെ ഗ്രേഡ്സ് പറയും, പിന്നെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. യെസ്. നെക്സ്റ്റ് അടുത്തത് പ്രൈസിംഗ്. എന്ത് പഠിച്ചില്ലെങ്കിലും പ്രൈസിംഗ് വൃത്തിയായിട്ട് പഠിച്ചോളാം. പ്രൈസിംഗിന്റെ ഫാക്ടേഴ്സും പഠിക്കണം മക്കളെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബയ്യർ പ്രൊഡക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ് എന്ത്, പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കുറേയധികം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഫാക്ടർ ആണ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, എത്ര രൂപ ചെലവായി നോക്കിയിട്ടാണ് നമ്മൾ വില നിശ്ചയിക്കാൻ. അടുത്തതാണ് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ്. നല്ല രീതിയിൽ ഒരുപാട് സെയിൽസ് നടക്കണമെങ്കിൽ എനിക്ക് കൂട്ടി വിട്ടൂടെ, അപ്പോഴും ആൾക്കാർ സാധനം വാങ്ങിക്കും. ഓക്കെ. നെക്സ്റ്റ് അടുത്തതാണ് കോമ്പറ്റീഷൻ.
കോമ്പറ്റീഷൻ ടീച്ചർ വെക്കുന്നതിനും 1 രൂപയെങ്കിലും കൂടുതൽ അല്ലെങ്കിൽ 1 രൂപയെങ്കിലും കുറച്ച് വിറ്റാൽ എനിക്ക് സെയിൽസ് കൂടുന്നുള്ള ടാക്ടിക്സ് വെച്ചിട്ടാണ് ഞാൻ പ്രൈസ് സെറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ അടുത്ത് കൂട്ടി വെക്കും. നെക്സ്റ്റ് അടുത്ത് എന്താണ് ഗവൺമെന്റ് റെഗുലേഷൻസ് അല്ലെ. നമ്മൾ പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസിംഗും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ പ്രൈസ് കൂട്ടി വെക്കുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, പ്രൈസ് സീൽ ചെയ്യും. ചിലപ്പോൾ കുറച്ച് വിൽക്കുമ്പോഴോ പ്രൈസ് ചിലപ്പോൾ ഫ്ലോർ ചെയ്യാൻ ചാൻസ്. അപ്പൊ ഇതേപോലെ എസെൻഷ്യൽ ഗുഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലീഗൽ റെഗുലേഷൻസ് ഉണ്ടാവും. ഉപ്പിനൊന്നും ഒരുപാട് വില ഒന്നും കൂട്ടാൻ പറ്റില്ല, അതിനൊരു മിനിമം ചാർജ് പറഞ്ഞിട്ട് അതിലുപരിയായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല, പഞ്ചസാര, ഉപ്പ് തുടങ്ങിയുള്ള സാധനങ്ങൾ. അപ്പൊ ലീഗൽ റെഗുലേഷൻസ് നോക്കാം. നെക്സ്റ്റ് അടുത്തത് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. പ്രൈസിംഗ് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് തീരുമാനിക്കാം. അപ്പൊ മിനിമം ഒരു 4 ഫാക്ടറെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പ്രൈസിംഗിന്റെ വിത്ത് എക്സ്പ്ലനേഷൻ എടുക്കാൻ പഠിക്കണം കേട്ടോ. പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഗവൺമെന്റ് അല്ലെങ്കിൽ ലീഗൽ റെഗുലേഷൻസ്. കൃത്യമായ മക്കളെ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് പ്ലേസ് ആണ്. പ്ലേസ് എന്തൊക്കെയാ? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ പ്ലേസിന്റെ അകത്ത് എന്തൊക്കെയാ വരിക? എൻഷുറൻസിന്റെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി അല്ലെ, കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സാധനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യങ്ങളിൽ നോക്കുന്നത്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നുണ്ടോ ഇല്ല, അതാണ് അതിന്റെ അവൈലബിലിറ്റി. അത് പ്ലേസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ പറയാണ്. ഇനി പ്ലേസിനെ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാറേ എന്തൊക്കെയാ ഉണ്ടാവുക? അത് നമുക്ക് വേ ഓഫ് ഓണർഷിപ്പ് അല്ലെ. നമ്മൾ എങ്ങനെയാണോ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക കൺസ്യൂമറിലേക്ക് എത്തിക്കുക, ആ ഒരു പാത്വേ എന്ത് പറയാ, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയാം. ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻ ആയിട്ട് എന്താ വരാം? ആദ്യം പ്രൊഡ്യൂസർ വരുന്നു, പിന്നെ ആരാ വരാം, ഹോൾസെയിലർ വരുന്നുണ്ട്, റീറ്റെയിലർ വരുന്നുണ്ട്, കൺസ്യൂമർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ മെയിൻ ചാനൽ എന്ന് പറയുന്നത്. വരുന്നുണ്ട്, സോർട്ട് ചെയ്യേണ്ടി വരും, അക്യുമുലേഷൻ കൂട്ടി വെക്കേണ്ടി വരും, അതിനെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് അലോക്കേറ്റ് ചെയ്ത് അസോർട്ടിങ് നടത്തി അതിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻസ് അടക്കം നടത്തുന്നതാണ് എന്താ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് ധാരാളമായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയൊക്കെയാണ് ടൈപ്സ് ഓഫ് ചാനൽസ് വരിക എന്നുള്ളതാണ് 3 ലെവലിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്നാമത്തെ 0 ലെവൽ പ്രൊഡ്യൂസർ കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുകയാണെങ്കിൽ 0 ലെവലാണ്. അടുത്തത് 1 ലെവൽ, നടുക്കൊരാളും കൂടി ഉണ്ടാവും, റീറ്റെയിലേഴ്സ് കൂടി ആഡ് ചെയ്യും, അപ്പൊ അത് 1 ലെവൽ ആകും. 2 ലെവൽ ആകുമ്പോഴോ ഹോൾസെയിലറും വരും, റീറ്റെയിലറും വരും, കൺസ്യൂമറും വരും. അടുത്തത് 3 ലെവൽ ആകുമ്പോഴോ ഒരു ബ്രോക്കറും കൂടെ അതിന്റെ ഇടയിൽ വരും. അപ്പൊ നമ്മൾ വല്ല ഗുദാമിലുള്ള കടയിലാണ് പ്രൊഡ്യൂസർ എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ബ്രോക്കറും കൂടെ വന്നിട്ടായിരിക്കും ഹോൾസെയിലറിനെ പിടിച്ച് നമുക്ക് തരുന്നത്. ഏജന്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ വരെയാണെങ്കിൽ 3 ലെവലിലേക്ക് നമുക്ക് ലെവൽസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. മെയിൻ ലെവൽ 2 ലെവൽ ചാനലാണ് സാറേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ചാനൽ. ഏതൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഈ ചാനൽ ഏതൊക്കെ വേണം തീരുമാനിക്കുന്നത്? ഒന്ന് ഇതാണ് പ്രൊഡക്റ്റിന്റെ നേച്ചർ നോക്കും. നെക്സ്റ്റ് കാര്യങ്ങൾ നോക്കും അല്ലെ. ഈ ചാനൽ ഓഫ് ചോയ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹൈവേ കൂടെ ഒക്കെ പോകാൻ നേരത്തെ പെരിഷബിൾ ഗുഡ്സ്, ഹൈലി പെരിഷബിൾ ആണെന്ന് പറഞ്ഞിട്ട് മീൻ വണ്ടിയൊക്കെ വലിയ ട്രക്കും ലോറിയൊക്കെ പോകണം അല്ലെ, ഒരുപാട് എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ യൂണിറ്റ് വാല്യൂ കൂടിയ പ്രൊഡക്റ്റ് ആണ്. അതെ, ഷോർട്ടർ ചാനലിലൂടെ തൊട്ടടുത്ത് എത്തിക്കണം, അത് കൂടുതൽ ദൂരം പോകാനുണ്ടോ, അതിന്റെ സെക്യൂരിറ്റി സേഫ്റ്റി ഒക്കെ നോക്കണം. അതാണ് എന്ത് പ്രൊഡക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അടുത്തത് മാർക്കറ്റ് റിലേറ്റഡ് ആണ്. എങ്ങനത്തെ മാർക്കറ്റ് ആണ്? ചെറിയ ചാനലാണ്, ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണോ? അപ്പൊ നമ്മൾ മാർക്കറ്റ് അറിഞ്ഞു വേണം സാധനങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ. അടുത്തത് സൈസ്. കുറച്ച് ആൾക്കാർ വന്നിട്ട് സാധനം വാങ്ങിക്കാനുള്ളതുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ അങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊണ്ടുകൊണ്ടു വരും. ഇനി ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? കസ്റ്റമേഴ്സിന്റെ ഒക്കെ എന്താണ്, കസ്റ്റമേഴ്സ് ഒക്കെ ജിയോഗ്രാഫിക്കലി സ്പ്രെഡ് ആയി ഏതൊക്കെ റീജിയനിലൊക്കെ കിടക്കുന്ന ആൾക്കാരാന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരുപാട് ചാനലൊക്കെ വേണ്ടി വരും. അടുത്താണെങ്കിൽ ചെറിയ ചാനൽ, സൈസ് ഈ പറഞ്ഞ പോലെ എത്രത്തോളം ക്വാണ്ടിറ്റി ആണെങ്കിൽ ലാർജ് ചാനൽ വേണ്ടി. ഇതൊക്കെ മാർക്കറ്റ് റിലേറ്റഡ് ആട്ടോ. അപ്പൊ ചന്തയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് നോക്കാം, പ്രൊഡക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. അടുത്ത് എന്തൊക്കെ നോക്കണം? കമ്പനി റിലേറ്റഡ്. കമ്പനിയിൽ എന്തൊക്കെയായിരിക്കും? ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്. നമുക്ക് ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും പ്രൊഡ്യൂസ് സെല് ചെയ്യാം അല്ലെ. അടുത്തത് ഡിസയർ ഓഫ് കൺട്രോൾ. നമ്മുടെ കയ്യിൽ തന്നെ ചെറിയ അടുത്തുള്ള കടകളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു കൺട്രോളും കാര്യങ്ങളും. ദൂരെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിൽ നമുക്ക് അത്ര കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. അടുത്തത് മാനേജ്മെന്റ് പ്രിഫറൻസ്. മാനേജേഴ്സ് ആരൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്, എത്ര ദൂരെയുള്ളവരെ പ്രൊഡക്ഷൻസും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ളത്. അടുത്ത എന്താ? കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിനെന്തൊക്കെയായിരുന്നു? കോമ്പറ്റീറ്റേഴ്സ് എവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ നോക്കുക, അവിടെയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് എത്തിക്കുക. അടുത്തപോലെ എന്താ? ഡിഫറൻഷിയേറ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. ഒന്നല്ലെങ്കിൽ അവര് പോകണമെങ്കിൽ ആ വഴിക്കേ പോകാണ്ട് വേറെ വഴിക്ക് പോവുക. അടുത്തത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതെ, ഒരു 5 പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയൊക്കെ. എക്കണോമിക് കണ്ടീഷൻസ് നോക്കുക,
അതുപോലെ തന്നെ ലീഗൽ കൺസ്ട്രെയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലേക്ക് മൂവ് ചെയ്യുന്ന പരിപാടിയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന് 4 കമ്പോണൻസ് ഉണ്ട്. ആദ്യം ഓർഡർ വെച്ചു, അതിന് ട്രാൻസ്പോർട്ടേഷൻ വഴി ഗുഡ്സ് എത്തിച്ചു, ഗുഡ്സ് വെയർ ഹൗസിൽ കൊണ്ട് സൂക്ഷിച്ചു, പിന്നെ ഇൻവെന്ററി കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് എന്താ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കമ്പോണൻസ് വരുന്ന കാര്യം. ക്ലിയർ മക്കളെ? ഇനി അടുത്താണ് പ്രമോഷൻ മിക്സ്. പ്രമോഷൻ മിക്സ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചോളണം. പ്രമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അവിടെ 4 ടൂൾസ് ഉണ്ട്. അല്ലെങ്കിൽ 4 ടൂൾസ്: അഡ്വർടൈസ്മെന്റ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രമോഷൻ, പബ്ലിസിറ്റി. സോ ഈ 4 ടൂൾസിന്റെ കോമ്പിനേഷൻ എന്ത് പറയാ? പ്രമോഷൻ മിക്സ് എന്ന് പറയാം. മാർക്കറ്റിംഗ് മിക്സും പ്രമോഷൻ മിക്സും മാറിപ്പോകരുത്. ഇത് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് പ്രമോഷൻ മിക്സിൽ വരുന്ന ഓരോ എലമെന്റ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. ഫസ്റ്റ് ആണ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പെയ്ഡ് ഫോം ആണ്. ഒരു ഐഡന്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കും അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് മെസ്സേജ് കസ്റ്റമറിലേക്ക് എന്താണ്? മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നോക്കാം, ഒരു ഐഡന്റിഫൈഡ് സ്പോൺസർ ഉണ്ട്, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, പിന്നെ എന്താ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, പിന്നെ എന്താണ് ഒരു പെയ്ഡ് ഫോം ഒക്കെ നമുക്ക് എന്ത് പറയാം? അഡ്വർടൈസ്മെന്റ് ആണെന്ന് പറയാം. പിന്നെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയൊരു പ്രൊഡക്റ്റ് എത്തിക്കാനും അവർക്ക് ബൂസ്റ്റ് ചെയ്യാനും അവരുടെ ഗുഡ്വില്ലും കാര്യങ്ങളൊക്കെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് കാര്യം എളുപ്പത്തിൽ പോയി വാങ്ങിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ആയി. അതെ, സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതെ, ഡയറക്ടർ വേണം, അത് വേണം, അല്ല അഡ്വർടൈസിംഗ് കൂടുന്നതനുസരിച്ച് അതിനകത്ത് ക്യാമറമാൻ, ആർട്ടിസ്റ്റുകൾ, കാര്യങ്ങൾ എല്ലാവരും ആവശ്യമുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ സപ്പോർട്ടുകൾ കിട്ടും. അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ മക്കളെ. അതിൽ വരുന്ന മെറിറ്റ് കൺസ്യൂമേഴ്സിന്റെ മാനുഫാക്ചറിന്റെ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് അഡ്വർടൈസ്മെന്റിന്റെ ഡീമെറിറ്റ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ആവശ്യമില്ലെങ്കിലും പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങിക്കും അല്ലെ? അപ്പൊ അൺവാണ്ടഡ് ബൈങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് എങ്ങനെയായിരിക്കും സാർ? നമ്മള് മിസ്ലീഡിംഗ് ആയിരിക്കും. ആവശ്യമില്ലാത്ത സാധനം പോലും ചിലപ്പോൾ നമ്മൾ പരസ്യം കണ്ടിട്ട് പോയി വെറുതെ വാങ്ങിച്ചു വെക്കും. ഇനി മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യും അല്ലെ? ചില പ്രൊഡക്റ്റ് മാത്രം ഒരു കസ്റ്റമർ. ഫോർ എക്സാമ്പിൾ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡ് എന്താ വരാ? ഡാർക്ക് ഫാന്റസി ഒക്കെയാണ് വരാം അല്ലെ? പച്ചലൈസ് വന്നില്ല മക്കളെ. യെസ്, വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ. അപ്പൊ നോക്കാം, മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. അഡ്വർടൈസ്മെന്റ് കൂടുമ്പോൾ ആ കോസ്റ്റ് എവിടേക്ക് ആഡ് ചെയ്യാം? നമ്മുടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത പ്രൊഡക്റ്റ് അത് നമ്മൾ മേടിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എത്തിക്കൽ വാല്യൂസിനൊക്കെ മാക്സിമം ഹേർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഡീമെറിറ്റ് പഠിച്ചു വെക്കുക. ഒരു 3-4 പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്തത് പേഴ്സണൽ സെല്ലിംഗ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? സെല്ലറും ബയ്യറും ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ട് ഫേസ് ടു ഫേസ് കോൺടാക്ട് വഴി ഈ ബയ്യറെ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് സെല്ലർ വാങ്ങിപ്പിക്കുകയാണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്. അതിലെന്തൊക്കെ ഫീച്ചർ ഉണ്ട്? സംസ്കാരം. ഓക്കെ, ഫീച്ചർ പറയുമ്പോൾ ഫസ്റ്റ് ഫീച്ചർ ആണെന്ന് പറയാം. ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റും അല്ലെ? എനിക്കിപ്പോ ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് സ്കെച്ച് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് വാങ്ങിക്കും. എഴുതി ഞാൻ നോക്കും. പക്ഷേ ഓക്കെ, അപ്പൊ എന്താണ്? ബിൽഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെ? നമുക്ക് സെല്ലറും ബയ്യറായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് അതെ, നമുക്ക് ടീച്ചറിന്റെ ആവശ്യം അനുസരിച്ച് എനിക്ക് പറയാം. ടീച്ചർ പിങ്ക് കളർ വേറെ ഒരു ടീച്ചറിന്റെ കയ്യിലില്ല, ടീച്ചർ വേഗം വാങ്ങിച്ചു. അപ്പൊ കണ്ടാ മൈൻഡ് ഇല്ല മക്കളെ. അപ്പൊ ഇതേപോലെ എന്താണ്? കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം സ്വാധീനിക്കാൻ പറ്റും. ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ തന്നെ ടീച്ചർ അതെ, കറക്റ്റ് ഫീഡ്ബാക്ക് അപ്പൊ തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഫീച്ചേഴ്സ് ഒക്കെ അല്ലേ? ഇനി എന്റെ റോൾ എന്തൊക്കെയായിരിക്കും? ബിസിനസ്സുകാർക്ക്, കൺസ്യൂമേഴ്സും സൊസൈറ്റിക്കും വരുന്ന റോളുകൾ നമുക്ക് നോക്കാം. ബിസിനസ്സിനാണെങ്കിൽ സെയിൽ കൂട്ടും, അതുപോലെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, പുതിയ പ്രൊഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ എന്താണ്? കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടും. ഇനി കൺസ്യൂമർക്കാണെങ്കിലോ പെട്ടെന്ന് തന്നെ ടീച്ചറിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ കസ്റ്റമേഴ്സിന്റെ എന്റെ ഉപദേശം കിട്ടും, ഇത് ഉപയോഗിച്ചാൽ മതി, എല്ലാം ശരിയാവും. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും നല്ല പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിന്റെ റോൾ പഠിച്ചു വെക്കുക. റോള് അഡ്വാൻറ്റേജസ് ആയിട്ടും മെറിറ്റ് ആയിട്ടും ഇമ്പോർട്ടൻസ് ആയിട്ടും നമുക്ക് എഴുതാൻ പറ്റും. മക്കളെ, റോള് അഡ്വാൻറ്റേജസ് മെറിറ്റ് ഇമ്പോർട്ടൻസ് അതിനൊക്കെ ഈ പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതാണ് സെയിൽസ് പ്രമോഷൻ. എസ് എ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക് ആണ്, ആണല്ലോ. അപ്പോ സെയിൽസ് പ്രമോഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. സെയിൽസ് പ്രമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പേഴ്സണൽ സെല്ലിങ്, അഡ്വർടൈസ്മെന്റ്, പറയാത്ത പബ്ലിസിറ്റി, ഇതല്ലാതെ നമ്മൾ വേറെ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണോ കസ്റ്റമറെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത് ആ പരിപാടിയാണ് സെയിൽസ് പ്രമോഷൻ അല്ലെ? വേറെ എങ്ങനെ വാങ്ങിപ്പിക്കാൻ പറ്റും സാറേ? നമുക്ക് ബേറ്റ് കൊടുക്കാം, ഓഫർ കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലെ? ഗെറ്റ് ബൈ വൺ ഓഫർ കൊടുക്കാം.
അപ്പൊ ഇതേപോലെ നമ്മൾ വേറെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ. ഇനി സെയിൽസ് പ്രൊമോഷന്റെ മെറിറ്റ് പറയാലോ. ഫസ്റ്റ് എന്താണ്? അറ്റൻഷൻ കിട്ടും. ടീച്ചറൊക്കെ ഡിസ്കൗണ്ട് ഒന്നും കേട്ടാ സാറ് ഓടും അല്ലെ, വണ്ടി വിളിച്ചിട്ട് പോണതൊക്കെ സാറ് പോകുന്നത്. അപ്പൊ അട്രാക്ട് അറ്റൻഷൻ. നെക്സ്റ്റ് എന്താണ്? ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി അടുത്തത് സെയിലിന് കൂട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അതേപോലെ തന്നെ പഴയ കസ്റ്റമേഴ്സിനെ ഒക്കെ നിലനിർത്തും. ഓൾറെഡി ഉള്ള കസ്റ്റമർ ആണ്, കുറെ പഴയ കസ്റ്റമർ, അത് കാരണം ലാഭത്തിന് കൊടുക്കാം അല്ലെ. അടുത്തത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇനി ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കടയിൽ എപ്പോഴും ഡിസ്കൗണ്ട് ആണ്, നമുക്ക് എന്തോന്നും അതെന്തോ മോശം അല്ലെ. അപ്പൊ ക്വാളിറ്റിയിൽ ഡൗട്ട് വിൽക്കും. അപ്പൊ ക്വാളിറ്റിയിൽ ഡൗട്ട് തോന്നും. നെക്സ്റ്റ് എന്താണ്? പ്രൊഡക്റ്റിന്റെ ഇമേജ് കുറയും. ഇനി എപ്പോഴും ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനി നഷ്ടത്തിലായി പോകും അല്ലെ. അപ്പൊ അതിന്റെ മെറിറ്റും പഠിക്കാം, ഡിമെറിറ്റും പഠിക്കാം. ഇനി പറയാൻ പോകുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എസ്എ കണക്കാക്കി പഠിച്ചോളാം. അപ്പൊ 8 പോയിന്റ് പഠിക്കണേ മക്കളെ. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് ഫസ്റ്റ് റിബേറ്റ്. എക്സാമ്പിൾ പറഞ്ഞ പോലെ സാറേ, ഫസ്റ്റ് റിബേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പ്രൈസിൽ കുറച്ച് ഇൻവെന്ററി ക്ലിയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഷർട്ടൊക്കെ 300 രൂപയ്ക്ക് 10 ഷർട്ട് അല്ല എന്റെ ദൈവമേ സാറേ, മിനിമം പതുക്കെ തന്നല്ലോ. ഒരു 1000 രൂപയ്ക്ക് 3 ഷർട്ട് മക്കളെ ക്ലിയർ അല്ലേ? അപ്പൊ എന്താ റിബേറ്റ്? അത് ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി റീഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളൊരു പ്രൂഫ് അടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കുറച്ചങ്ങ് തിരിച്ച് റീഫണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ കിക്കാറ്റൊക്കെ മേടിക്കുമ്പോണ്ട് നമ്മള് ഇനി ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് ഒരു വേറെ പ്രൊഡക്റ്റ് കിട്ടാം. ഫോർ എക്സാമ്പിൾ കിൻഡർ ജോയിയുടെ. അപ്പൊ അത് ഓൾറെഡി ഉള്ളതല്ലേ സാറേ. ഇനി സന്തൂർ സോപ്പ് മേടിക്കുമ്പോൾ ഒരു ഫണ്ട് കിട്ടും, അത് മേടിക്കും. അത് കിട്ടാൻ വേണ്ടി കോയിൻ കിട്ടണ കാരണം ഞാൻ കേട്ടത് ബുക്ക് മേടിക്കും. പുള്ളിക്കാരൻ അപ്പൊ സന്തൂർ സോപ്പും വിപലും മേടിച്ചിട്ടുണ്ട് അല്ലെ. ബ്രൂ വാങ്ങിക്കുമ്പോ കുഞ്ഞി കപ്പ് കിട്ടുമായിരുന്നു, ഹോർലിക്സ് വാങ്ങിക്കുമ്പോ കപ്പ്, ബൂസ്റ്റ് വാങ്ങിക്കുമ്പോ ബാറ്റും. സംഭവം മനസ്സിലായില്ലേ? ഇപ്പൊ സാറിന്റെ വീട്ടിൽ മിക്ക സൺലൈറ്റ് മനസ്സിലായിരുന്നു. ഇതൊക്കെ എന്റെ കുഞ്ഞിൽ ഞാനിപ്പോ പലർന്ന് പന്തലിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഫ്രീ ഗിഫ്റ്റ് നോക്കാം. ഇനി ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സെയിം പ്രൊഡക്റ്റ് എക്സ്ട്രാ 5% എക്സ്ട്രാ വരാറുണ്ട്. അടുത്തത് കോൺടെസ്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കോൺടെസ്റ്റ് ഒക്കെ വെച്ച് ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടാകും അല്ലെ. നമ്മൾ 1000 രൂപയ്ക്ക് മുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു കൂപ്പൺ ഒക്കെ എഴുതിയിട്ട് നമ്മുടെ പേരൊക്കെ നറുക്കെടുപ്പിക്കുന്ന പരിപാടി. നെക്സ്റ്റ് മണി റീഫണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ മാട്രസ് അല്ലെ. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 100% 100 ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ എമൗണ്ട് റീഫണ്ട് തിരിച്ചു കൊടുത്ത് വാങ്ങിച്ചു. നെക്സ്റ്റ് അടുത്തത് സാമ്പിൾ. സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ സാമ്പിൾ ആയിരിക്കും. സാമ്പിളാണ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. അതന്നെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് സെയിൽസ് പ്രൊമോഷന്റെ ടെക്നിക്സ്. വരണ്ട് കണ്ടില്ലേ? സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. റിബേറ്റ് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, റീഫണ്ട് കിട്ടും, ഫ്രീ ഗിഫ്റ്റ്, കോൺടെസ്റ്റ് വരുന്നുണ്ട്, മണി റീഫണ്ട് ഉണ്ട്, സാമ്പിൾ ഉണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പഠിച്ച് എഴുതാം. പക്ഷെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിരിക്കണം, ടെസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത് വരുന്നത് പ്രൊമോഷൻ മിക്സിൽ അടുത്ത ടോപ്പിക്കാണ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് പെയ്ഡ് ഫോം അല്ല, രണ്ടാമതായിട്ട് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി എന്താണ്? മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോക്കിയേ, ടിവി റേഡിയോയിലൂടെ ഒക്കെ വഴി ഗവൺമെന്റ് പ്രൊഡക്ഷൻ ഒക്കെ വരുന്നതൊക്കെയാണ് എന്ത് യൂഷ്വലി പബ്ലിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഓക്കെ. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ഒരു ഐഡന്റിഫൈഡ് സ്പോൺസർ കാണില്ല, അതാണ് പെയ്ഡ് ഫോം ആണ്. അങ്ങനെ ഒരു ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെ സ്വാധീനിക്കും. അതാണ് എന്ത്? പബ്ലിസിറ്റി. ജസ്റ്റ് ഒന്നുമില്ല, ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു മീഡിയ ചാനൽ വഴി എന്താണ് ടീച്ചറിനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ടീച്ചർ വിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? പബ്ലിസിറ്റി കൊടുക്കുക. അടിപൊളിയാണ്. അങ്ങനെ ബൺ മസ്ക അല്ലെ, കുറെ പേര് അങ്ങനെ വരലാക്കി. ഓക്കെ, അപ്പൊ കൃത്യം അത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടുത്ത് എന്താണ്? പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസ്മെന്റും ഡിഫറൻസ് പഠിക്കാം. മക്കളെ ഇത് പഠിച്ചാൽ ഒരു ഗുണമുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ സെല്ലിങ്ങിന് മാത്രം ഫീച്ചർ ആയിട്ട് എഴുതി വെക്കാം ഈ പ്രോസസ് അല്ലെ. അഡ്വർടൈസ്മെന്റിന് മാത്രം ഫീച്ചർ ഒക്കെ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾ അത് എന്തായാലും പഠിച്ചിട്ട് വേണം പേഴ്സണൽ സെല്ലിംഗ് സാർ പറഞ്ഞു ഫസ്റ്റ്. അതെ, പേഴ്സണൽ സെല്ലിംഗ് പേഴ്സണൽ ആണ് അല്ലെ. എന്റെ കാര്യം മാത്രം ഞാൻ എന്റെ തൊട്ടടുത്തുള്ള ആൾക്ക് പോയിട്ട് ഞാൻ പേഴ്സണലി ഒരു സാധനം കൊണ്ട് കൊടുക്കണം. അഡ്വർടൈസ്മെന്റ് എന്താണ്? ഇംപേഴ്സണൽ. നമ്മളവിടെ ഓഡിയൻസിനെ കാണുന്നില്ല അല്ലെ, അപ്പൊ ഇംപേഴ്സണൽ ആണ്. നെക്സ്റ്റ് അടുത്തത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് ടീച്ചറിന്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയിട്ട് എനിക്ക് സാധനം വിൽക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല, ഫ്ലെക്സ് ഇൻഫ്ലെക്സിബിൾ ആണ് പറഞ്ഞത് മാറ്റി അഡ്ജസ്റ്റ് പെർ കസ്റ്റമർ. കണ്ടില്ലേ? ഇപ്പൊ ടീച്ചർ അല്ല ഡെലിൻ സാർ ആണെന്നുണ്ടെങ്കിൽ സാറിന് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ഒരു സാധനം സെയിൽ ചെയ്തു. ഇത് അങ്ങനെയല്ല, എല്ലാവർക്കും ഒരേപോലെയും സ്റ്റാൻഡേർഡ് മെസ്സേജ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും. പറ്റില്ല പറ്റില്ല, വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. ഇവിടെ അങ്ങനെയല്ല, അഡ്വർടൈസ്മെന്റ് എഫക്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് ലിമിറ്റഡ് പീപ്പിളിനെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഓടി ചെല്ലാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അണക്കൂലേ സാർ, ഫുഡ് കഴിക്കണ്ടേ സാർ, ക്ഷീണം പെടാതെ കൂടുതലാണ്. നോക്കാം, ഫാറ്റിക് സ്റ്റഡിയുടെ ഒക്കെ ആവശ്യം വേണ്ടി വരും. ഓക്കെ,
ഫാറ്റിക് സ്റ്റഡി. മനസ്സിലായി. ഓക്കെ, അപ്പൊ നോക്കാം അടുത്ത എന്താണ്. ഇതാണ് അഡ്വർടൈസ്മെന്റ്. അങ്ങനെ അറ്റ് ടൈമിൽ ഒരുപാട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റീച്ചസ് മാക്സിമം. അപ്പൊ അത് നോക്കി വെക്കാം. നെക്സ്റ്റ് അടുത്തത് പബ്ലിക് റിലേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചുവിടാം. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോ അത് ഓൾറെഡി അറിയാം. ബിഗ് ബോസ് അരിമ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ട് സാറേ അല്ലെ? അപ്പൊ ടീച്ചർ ബിഗ് ബോസിന്റെ ഫാനായി എന്നും വന്നിട്ട് ഇവിടെ പരാതി കഥകളൊക്കെ ഞാനല്ല ഫാൻ, അരുൺ സാറാ അല്ലെ? അരുൺ സാറാണ് സാറേ. അരുൺ സാർ നമ്മുടെ കൊടുക്കുന്ന പിള്ളേരെ മൊത്തം ബിഗ് ബോസിന്റെ കണ്ടൻസ് ആക്കി മാറ്റിട്ട് അടുത്തത് പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കസ്റ്റമേഴ്സിന്റെ കണ്ണില് ഏതെങ്കിലും പ്രൊഡക്റ്റിന് ഒരു ഫേവറബിൾ ഇമേജ് ഉണ്ടാക്കി എടുക്കാം. അതാണ് എന്ത് പബ്ലിക് റിലേഷൻ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രസ് റിലേഷൻസ് വഴിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പബ്ലിസിറ്റി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ലോബിംഗ് വഴിയോ കൗൺസിലിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഫീച്ചർ പ്രസ് റിലേഷൻസ് വഴി, അതായത് മീഡിയ വഴിയൊക്കെ ഒരു പോസിറ്റീവ് ഇമേജ് ആയ സാധനത്തിന് ഉണ്ടായി കൊടുക്കുക. പ്രൊഡക്റ്റിന്റെ പബ്ലിസിറ്റി കൊടുക്കുക. പുതിയ ഇവന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോഞ്ച് ഒക്കെ നടക്കല്ലേ, പ്രൊഡക്റ്റിന്റെ ലോഞ്ച് ഒക്കെ വലിയ ആക്ടേഴ്സിനെ കൊണ്ടൊന്നും ചെയ്യാറില്ല. അതേപോലെ തന്നെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, മറ്റേ ബ്രൗസേഴ്സും ന്യൂസ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ. അതേപോലെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ വഴിയായിട്ട് കൗൺസിലിംഗ് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊഡക്റ്റിന് നല്ല ഇഷ്യൂ വരുമ്പോ അത് ഇഷ്യൂ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ എത്തിക്കുക. അപ്പൊ ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് കണ്ടല്ലേ, ന്യൂസ്, സ്പീച്ച്, ഇവന്റ്സ്, റിട്ടേൺ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ പബ്ലിക് സർവീസ്. ഓക്കെ, അപ്പൊ 10ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മക്കൾ ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്നും കൂടി പറയാൻ പോകാൻ ശ്രദ്ധിച്ച് പഠിക്കുക. ഫസ്റ്റ് പഠിക്കേണ്ടത് സാറേ മാർക്കറ്റിംഗിൽ വരുന്ന കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. ദെൻ മാർക്കറ്റിംഗിന്റെയും അതുപോലെ തന്നെ സെല്ലിംഗിന്റെയും ഡിഫറൻസ് പഠിക്കുക. എസ് മൂന്നെണ്ണം ഞാൻ പറയാൻ പോവാണ്. മാർക്കറ്റിംഗ് മിക്സ്, അതുപോലെ സെയിൽസ് പ്രൊമോഷനിൽ വരുന്ന ടെക്നിക്ക്, ദെൻ എന്താണ് നമ്മളുടെ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഇത് മൂന്നും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ക്ലിയർ ആണല്ലോ? അതേപോലെ പാക്കേജിംഗ് എന്താണെന്ന് പഠിക്കുക. പാക്കേജിംഗ് വരുന്ന ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രൈസിംഗ് പഠിക്കണം. പ്രൈസിംഗിന്റെ ഫാക്ടേഴ്സ് പഠിക്കണം. ദെൻ ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ക്ലിയർ ആണ്? കൈവശി കാണിച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 10 മാർക്കോളം എന്താണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് നമുക്ക് നോക്കാം അല്ലെ സാറേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആദ്യം എന്താ പഠിക്കാൻ പോകുന്നത്? ഫസ്റ്റ് അതിന്റെ മീനിങ് ആണ് നോക്കുന്നത്. ഒപ്റ്റിമം എന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലെ? ഒപ്റ്റിമം നമ്മൾ ഫണ്ട് യൂസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, ദെൻ എഫക്റ്റീവ് ആയിട്ട് ഫണ്ട് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വേഗം തീർക്കാം, പഠിക്കണ്ടേ? അപ്പൊ ഒപ്റ്റിമൽ പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ എടുത്ത് വെക്കുക, പ്രൊക്യൂർ ചെയ്യുക, അതിന്റെ തന്നെ എഫക്റ്റീവ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ എയിം എന്തൊക്കെയായിരിക്കും? കോസ്റ്റ് കുറയ്ക്കുക, റിസ്ക് കുറയ്ക്കുക, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് അടുത്തത് അടുത്തെന്താ? ഡീൽസ് വിത്ത് അത് തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ആണ്. അത് രണ്ടുപേരുടെ ഡെഫിനിഷൻ ആണ്. എസ്.സി. കുജാൽ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറയുന്നത്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. പിന്നെ അടുത്ത എന്താ പറയുന്നത്? ഫണ്ടിന്റെ ക്യാപിറ്റൽ ഫണ്ടിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഏതെങ്കിലും ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് പ്ലാൻ ചെയ്യാം അല്ലെ? എത്ര രൂപയുടെ നെക്സ്റ്റ് അടുത്ത് എന്താണ്? കറന്റ് അസറ്റ്സ്, എത്ര രൂപ ഞാൻ ക്യാഷ് ആയിട്ട് ലിക്വിഡ് ആയിട്ടൊക്കെ കയ്യിൽ വെക്കണം. എക്സ്പെൻസിന് വേണ്ടി എത്ര സ്പെൻഡ് ചെയ്യണം. നെക്സ്റ്റ് അടുത്തത് ഫൈനാൻസിംഗ് ഡിസിഷൻസ് അല്ലെ? ലോങ് ടേം വേണോ, ഷോർട്ട് ടേം വേണോ, സ്ട്രക്ചർ എങ്ങനെ വേണം, ഡെപ്റ്റ് വേണോ, ഇക്വിറ്റി വേണോ. നെക്സ്റ്റ് അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് നോക്കി വെക്കാം. നെക്സ്റ്റ് അടുത്ത് പഠിക്കേണ്ടതാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. മക്കളെ ശ്രദ്ധിക്കാൻ മാറിപ്പോകരുത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ 2 ഒബ്ജക്റ്റീവ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനും എന്താ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? പ്രോഫിറ്റ് കൂട്ടുക അല്ലെ? യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ. നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അത്രയും പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പൊ എന്താ വെൽത്ത് മാക്സിമൈസേഷൻ? മാക്സിമൈസ് ദ ഷെയർ വാല്യൂ ഓഫ് ദി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറുടെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുന്ന പരിപാടിയാണ് എന്ത്? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ലാഭം കൂട്ടി. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ആയിട്ട്? നമ്മുടെ എക്സ്പെൻസുകളൊക്കെ കുറച്ചിട്ട് അതിന്റെ മാക്സിമം ഡിവിഡന്റ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കാൻ പാകത്തിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇനി വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താണ്? ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഓണേഴ്സിന്റെ പൈസ കൂട്ടി കൊടുക്കുക. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറയുന്നത് പണ്ട് കാലം തൊട്ടേ നമ്മൾ ബിസിനസ് നടത്തുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഇത് അങ്ങനെയല്ല, മോഡേൺ ഒബ്ജക്റ്റീവ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. 3 ഡിഫറൻസ് ഉള്ളൂട്ടോ, ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഷുവർ ആയിട്ട് പഠിക്കേണ്ട പോർഷൻ ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻ. മക്കളെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഏതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. മാനേജ്മെന്റ് വേറെയും ഡിസിഷൻ വേറെയും ആണ് കേട്ടോ. ഇനി ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞ വേറൊരു സംഗതി കൂടെ വരേണ്ടത്, മൂന്നും കൂടെ കുഴച്ച് വെക്കരുത്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഡിസിഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് ആണ് സംഗതികളുണ്ട്. ഒന്നാമത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എത്ര രൂപ എവിടെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ അസറ്റിൽ കൊണ്ട്, ലോങ് ടൈമിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഷോർട്ട് ടൈമിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കുക. നെക്സ്റ്റ് എന്താണ് അടുത്തത്? ഫൈനാൻസിങ് ഡിസിഷൻ. നമുക്ക് എത്രത്തോളം കടം എവിടെ നിന്നൊക്കെ റേസ് ചെയ്യണം, ഡെറ്റ് വഴി റേസ് ചെയ്യണം, ഏതൊക്കെ ലോങ് ടൈം ഫിനാൻസിൽ നിന്ന് എത്രയൊക്കെ ക്വാണ്ടം ഓഫ് ഫിനാൻസ് ടു ബി റേസ്ഡ് എടുത്ത് തീരുമാനിക്കാം. മക്കളെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ വൺ വേർഡ് ചോദിക്കട്ടോ. ഫിനാൻസിങ് ഡിസിഷന്റെ ക്ലിയർ ആണല്ലോ? ഫിനാൻസിങ് ഡിസിഷന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. ദ ക്വാണ്ടം ഓഫ് ഫിനാൻസ് ടു ബി റേസ്ഡ് ഫ്രം വേരിയസ് ലോങ് ടൈം സോഴ്സസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ. എത്ര രൂപ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് ഡിവിഡൻഡ് ആയിട്ട് ഞാൻ കൊടുക്കണം, എത്ര റിട്ടേൺ ചെയ്ത് വെക്കണം, ഇതാണ് എന്താ ഡിവിഡൻഡ് ഡിസിഷൻ. മക്കളെ 3 ഡിസിഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഈ ഡിസിഷനിന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് മൂന്ന് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ആണ് ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രൊജക്ട്. ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നോക്കുക, എത്രത്തോളം പോരുന്നുണ്ട്. നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും വരുന്നില്ലെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ചെയ്യാം. റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിൽ പൈസ എത്രത്തോളം നമുക്ക് ലാഭം വരും, ഇനി എത്രത്തോളം റിസ്ക് ഉണ്ട്, എത്ര റിസ്ക് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അതിന് പറയുന്ന പേരെന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നും പറയും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്തത് ഫിനാൻസിംഗ് ഡിസിഷൻ. ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്നും ബോറോഡ് ഫണ്ടിൽ നിന്നും എത്ര വെച്ച് പൈസ എടുക്കണം തീരുമാനിക്കുന്നത് ഈ ഡിസിഷൻ ഫാക്ടർ അനുസരിച്ചാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ ഷെയർ ഒക്കെ ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫണ്ട് ക്യാപിറ്റൽ റേസ്. ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ലോൺ എടുക്കുക, ഡിബഞ്ചർ എടുക്കുക, ഇതൊക്കെ എന്താണ്? ബോറോഡ് ഫണ്ട് ആണ്. അപ്പൊ ഏതൊക്കെ സോഴ്സസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ഫണ്ട് എടുക്കുക തീരുമാനിക്കുന്നത് ഈ ഫാക്ടർ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? അങ്ങനത്തെ ഫണ്ടുകൾ അവോയ്ഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റിസ്ക്. എത്രത്തോളം റിസ്ക് ഉണ്ട്, ഷെയർ എടുത്താൽ റിസ്ക് ഉണ്ടോ, ഡെറ്റ് എടുത്താൽ റിസ്ക് ഉണ്ടോ എന്നുള്ളത് റിസ്ക് നോക്കി ഫണ്ട് എടുക്കുക. നെക്സ്റ്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. മാർക്ക് 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ആണ്. എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്? 2 മാർക്കിന് ചോദിക്കും കേട്ടോ. ഓക്കെ, മക്കളെ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് ഉണ്ടാവുന്ന പൈസയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ക്യാഷ് ഫ്ലോ പൊസിഷൻ. നേരത്തെ കണ്ട അതേ തന്നെയാ. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോയിട്ട് സോഴ്സ് ചെയ്ത് ഫണ്ട് എടുക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമുക്ക് ഓൾറെഡി ഡെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും പോയിട്ട് ഡെപ്റ്റ് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്താണ്? കൺട്രോള് പോകണ്ടെന്നാണെങ്കിൽ നമ്മൾ പോയിട്ട് ഇക്വിറ്റി ഫണ്ട് അധികം യൂസ് ചെയ്യാൻ പാടില്ല. ലോൺ എടുത്താൽ മതി. അപ്പൊ നമ്മുടെ പൈസ നമ്മൾ തന്നെ കടടച്ചാൽ മതി. ഇല്ലാതെ ഷെയർ വഴിയാണെങ്കിൽ കൺട്രോൾ സ്പ്ലിറ്റ് ആയി പോകും. ഓണർഷിപ്പ് പോകും. നെക്സ്റ്റ് അടുത്തത് സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ വഴി ഫണ്ട് എടുക്കാം. അത് ഡൗൺ ആണെങ്കിലോ നമ്മൾ പോയി ലോൺ എടുക്കേണ്ടി വരും. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഫാക്ടേഴ്സ് നോക്കുക, എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് എന്തായാലും പഠിക്കണം മക്കളെ. ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കിട്ടുന്ന പ്രോഫിറ്റിൽ എത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. എത്രയൊക്കെ റീറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അതിനെ എഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടർ ഉണ്ട്. ഫസ്റ്റ് എമൗണ്ട് ഓഫ് ഏർണിംഗ്സ്. ഏർണിംഗ് നോക്കി കൊടുക്കണം സാറേ, ഡിവിഡൻഡ് കൊടുക്കണം. നെക്സ്റ്റ് അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ഏർണിംഗ്സ്. സ്റ്റേബിൾ ഏർണിംഗ് ആണെങ്കിൽ കുറച്ചധികം കൂട്ടി കൊടുക്കാല്ലേ ഡിവിഡൻഡ്. നെക്സ്റ്റ് അടുത്ത സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്. കുറെ കാലം ഡിവിഡൻഡ് കിട്ടണമെങ്കിലോ ഒരു സ്റ്റെബിലിറ്റി, അതിനനുസരിച്ച് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഡിവിഡൻഡ് കൊടുക്കാം. നെക്സ്റ്റ് അടുത്തത് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ കമ്പനിക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുക, ബാക്കി പൈസ ക്യാഷ് ഫ്ലോ പൊസിഷൻ. നമുക്ക് നല്ല ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. ഇനി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അതോ അക്യുമുലേറ്റഡ് ഇൻകം ആണോ നോക്കുന്നത്? ഇനി ടാക്സേഷൻ പോളിസി. ഡിവിഡൻഡിന് വേണ്ടി അധികം ടാക്സ് അടയ്ക്കുന്നത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡിവിഡൻഡ് കുറച്ച് കൊടുക്കാം. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ. നമ്മുടെ മാർക്കറ്റിൽ ഷെയർ പെട്ടെന്ന് വിറ്റുപോകാൻ എന്ത് വേണം? ഡിവിഡൻഡ് കൂട്ടി കൊടുക്കണം അല്ലെ? അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറിന്റെ വിൽപ്പന ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഡിവിഡൻഡ് കൂട്ടി കൊടുക്കുക. എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കമ്പനി ആക്ട് പറയുന്നുണ്ട് അല്ലെ, ഇത്ര കൊടുത്താൽ മതി, അതനുസരിച്ച് കൊടുക്കുക. ഇനി കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്. ഫോർ എക്സാമ്പിൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണൊക്കെ അടച്ചു തീർത്തിട്ട് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഫാക്ടർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ് മക്കൾ? എന്താ ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഫണ്ട് വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. ദെൻ അത് പ്രൊക്യൂർ ചെയ്യണം. ദെൻ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ക്ലിയറാണല്ലോ? അപ്പൊ അതിന്റെ കറക്റ്റ് മീനിങ് പഠിച്ചു വെക്കുക. ഇനി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് 2 ഒബ്ജക്റ്റീവ് ഉണ്ട്. എൻഷുർ ഫണ്ട്സ് വെനെവർ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാ? ഫണ്ട് കൃത്യമായിട്ട് എൻഷുർ ചെയ്യാം. എപ്പോഴാണോ അതാ വേണ്ടത് സ്ഥലമുണ്ടോ നമുക്ക് എവിടെന്നെങ്കിലും ഫണ്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു വെക്കാം. നെക്സ്റ്റ് എന്താണ്? ഫണ്ട്
എടുത്ത് ആവശ്യമില്ലാണ്ട് നമ്മൾ ഫണ്ട് വെറുതെ പോയി ലോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടബാധ്യത കൂടുതലല്ലേ, ആവശ്യമില്ല. പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാം, ഫണ്ട് എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് നോക്കാം. ഫസ്റ്റ് എന്ത് വേണം സാറേ? ഫോക്കാസ്റ്റിംഗ്, ഭാവിയിൽ എന്താ ഉണ്ടാവണേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഇപ്പോഴേ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് ഭാവിയിൽ അൺസർട്ടനിറ്റീസ് അവോയ്ഡ് ചെയ്യണം, അതിനുവേണ്ടി എന്ത് വേണം? ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. നല്ല കോർഡിനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം. അതുപോലെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലിങ്കേജ് ആണ് അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാ ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ലിങ്ക് ആണ് എന്ത് ഈ പറയുന്ന ഫൈനാൻസ്. എന്നാലും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിനുള്ളിൽ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ നിന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഈസി വാല്യുവേഷൻ. അപ്പൊ ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം, ക്യാപിറ്റൽ എന്താ പറയാ? ക്യാപിറ്റൽ പറയുന്നത് ഡെപ്റ്റ്, ഇക്വിറ്റി. എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്? കൂടുതൽ കടം വാങ്ങിയ ക്യാപിറ്റൽ ആണോ, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന ക്യാപിറ്റൽ ആണോ? അപ്പൊ ഇറ്റ് ഇസ് എ മിക്സ് ബിറ്റ്വീൻ ബോറോഡ് ഫണ്ട് ആൻഡ് എന്താണ് ഇക്വിറ്റി ഫണ്ട്. ഇക്വിറ്റി ഫണ്ടിന്റെയും ബോറോഡ് ഫണ്ടിന്റെയും മിക്സിനെയാണ് എന്ത് പറയാ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാ. വൺ വേർഡ് ചോദിക്കും. ഈ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റലിലേക്ക് ഫണ്ട് എടുക്കുമ്പോൾ ഇക്വിറ്റിന്ന് ഫണ്ട് എടുക്കണോ അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് എടുക്കണോ എങ്ങനെ നോക്കാം? കുറേയധികം ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് അങ്ങനത്തെ ഫണ്ട് എടുക്കാം അല്ലെ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് അറിയാൻ നോക്കാലോ. ഫസ്റ്റ് ഫാക്ടർ, ഫസ്റ്റ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. മക്കളെ ഒരു 8 പോയിന്റ് പഠിച്ചോ കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഓൾറെഡി നമുക്ക് എന്താണ് നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യാം? ഇക്വിറ്റി ഫണ്ട് പോയി എടുത്താൽ മതി, ഡെപ്റ്റ് ഫണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണും ലോണിന്റെ റിട്ടേണും നമ്മൾ നോക്കാം. എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുന്നത് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനായിട്ട്. അതുപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഡെപ്റ്റിന്റെ കോസ്റ്റ് കൂടുതൽ എന്ത് ചെയ്യണം? മാക്സിമം ഒഴിവാക്കുക. നെക്സ്റ്റ് ടാക്സ് റേറ്റ്. ടാക്സ് നമുക്ക് ഡെപ്റ്റ് ഫണ്ട് ഒക്കെ ആണെങ്കിൽ ടാക്സ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഫണ്ട് എടുക്കുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഇക്വിറ്റിയുടെ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് എടുക്കരുത്. ഇനി പ്രൊട്ടക്ഷൻ കോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിൽ അങ്ങനത്തെ ഫണ്ട് എടുക്കരുത്. റിസ്ക് നോക്കുക. റിസ്ക് നോക്കുമ്പോൾ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് എന്താണ്? ബോറോഡ് ഫണ്ട് ആണ്. സോ ബോറോഡ് ഫണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുക്കുക. നെക്സ്റ്റ് കൺട്രോൾ പോകാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്റ്റിലേക്ക് വീണ്ടും പോകുക. ഇനി നമ്മുടെ ഫ്രെയിം വർക്കിൽ നമ്മുടെ സെബിയൊക്കെ എന്താ പറയുന്നത് ഫണ്ട് എടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ അത് ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഫണ്ട് എടുക്കാൻ പറ്റും. ഇനി മറ്റ് കമ്പനികൾ നമ്മുടെ സെയിം സെക്ടറിലുള്ള മറ്റു കമ്പനികളുടെ ക്യാപിറ്റൽ നോക്കിയിട്ട് ഫണ്ട് എടുക്കാം. അപ്പോ ക്യാപിറ്റലില് എങ്ങനെയൊക്കെ ബോറോഡ് ഫണ്ട് എടുക്കണോ ഇക്വിറ്റി ഫണ്ട് എടുക്കണോ തീരുമാനിക്കുന്നത് ഈ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. ലോൺ എടുക്കണോ ഷെയർ വഴി നമുക്ക് ക്യാപിറ്റൽ കൂട്ടണോ എന്നുള്ളത് നോക്കുന്നത് ഈ ഫാക്ടേഴ്സ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിന്റെ ഇമ്പോർട്ടൻസ്. 4 കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിൻലി പറയുന്നത്. എന്തൊക്കെയാ? ലോങ് ടേം ഗ്രോത്ത് അല്ലെ, ഒരുപാട് കാലത്തേക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് നമുക്ക് എത്ര ബിൽഡിങ്ങും മെഷീനറിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം, എന്തൊക്കെ വേണ്ടെന്നുള്ളതൊക്കെ നോക്കുന്നത്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ് സിസ്റ്റം എന്താ പറയാ? ലാർജ് ഫണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഒരുപാട് ഫണ്ട് ആവശ്യം വരും. പിന്നെ അതുപോലെ എന്തുണ്ടായിരിക്കും? റിസ്ക്കും അതിനനുസരിച്ച് തന്നെ ധാരാളമായിട്ട്. ഇനി നമ്മൾ കുറച്ച് ഫണ്ട് ഇറക്കി നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റിവേഴ്സിബിൾ ഡിസിഷൻ വാങ്ങാൻ വേണ്ടി 50 ലക്ഷം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൾ തിരിച്ചു വരുമോ? അല്ലെങ്കിൽ വിറ്റ് പോകുമോ? ഇല്ല. അപ്പൊ എന്താണ് അത്? റിവേഴ്സിബിൾ ഡിസിഷൻ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോ ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷനിൽ വരുന്ന ഇമ്പോർട്ടൻസ് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പൊ അതിന് മുൻപ് എന്താണ് ഫിക്സഡ് ക്യാപിറ്റലും എന്താണ് വർക്കിംഗ് ക്യാപിറ്റലും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ ലാൻഡിന് വേണ്ടി ബിൽഡിങ്ങിന് വേണ്ടി എത്ര പൈസ മാറ്റി വെക്കണം തീരുമാനിക്കുന്നത് ഈ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് ഫാക്ടർ ആണ് നേച്ചർ ഓഫ് ബിസിനസ്. നമ്മൾ ചെറുകിട സ്ഥാപനമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫിക്സഡ് ക്യാപിറ്റലിന്റെ വല്ല ആവശ്യമുണ്ടോ? മാനുഫാക്ചറിംഗ് ആണോ ട്രേഡിംഗ് ആണോ നോക്കാം. ട്രേഡിംഗ് നടത്തുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലോ അധികം ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ട. മാനുഫാക്ചറിംഗ് ആണെങ്കിലോ ഒരുപാട് വേണ്ടി വരും മെഷീനറി കാര്യങ്ങളൊക്കെ. അടുത്ത സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എങ്ങനത്തെ സ്കെയിൽ ഉണ്ട്? ലാർജ് സ്കെയിൽ ഉണ്ട്, സ്മോൾ സ്കെയിൽ ഉണ്ട്. ലാർജ് സ്കെയിൽ എങ്ങനെ ഫണ്ട് വേണം സാറേ? ഒരുപാട് ഫിക്സഡ് ക്യാപിറ്റൽ വേണം. സ്മോൾ സ്കെയിൽ ആണെങ്കിലോ ഇനി ചോയ്സ് ഓഫ് ടെക്നിക്. എത്ര ടെക്നിക് ഉണ്ട് സാറേ? 2 ടെക്നിക്സ് ഉണ്ട്. ലേബർ ഇന്റൻസീവും ക്യാപിറ്റൽ ഇന്റൻസീവും. ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ലേബർ ഇന്റൻസീവ് ആണെങ്കിൽ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ കുറച്ച് മതി. ഇനി ടെക്നോളജി അപ്ഗ്രഡൈസേഷൻ. ടെക്നോളജി പെട്ടെന്ന് ഒബ്സൊല്യൂട്ട് ആവാൻ സംഭവിക്കും. ഒരുപാട് ഫിക്സഡ് ക്യാപിറ്റൽ വേണം. നെക്സ്റ്റ് ഗ്രോത്ത് പ്രോസ്പെക്ടസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? അടുത്തത് ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ആണെങ്കിലോ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ അധികം വേണ്ട. ലീസിലൊക്കെ പോയിട്ട് അസറ്റ് എടുക്കാൻ പറ്റും. അടുത്ത ലെവൽ ഓഫ് കൊളാബറേഷൻ ഉണ്ട്. നമ്മൾ മറ്റു അസോസിയേഷൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് വേണ്ട? അസറ്റുകൾ മതി. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റലിന്റെ അളവ് കുറച്ച് മതി. അപ്പൊ നിങ്ങൾ ഈ ഫാക്ടേഴ്സ് മിനിമം ഒരു 8 എണ്ണം പഠിച്ചു ചിലപ്പോൾ എസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സാർ? വളരെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് അടുത്തത് വർക്കിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്നുള്ളത് നോക്കാം. വൺ വേർഡ് ആയിട്ടും വരാൻ ചാൻസസ് ഉള്ള സംഗതിയാണ്. എന്താ അതിന്റെ ഇക്വേഷൻ ഓൾറെഡി ചോദിച്ചു, മോഡൽ എക്സാം ചോദിച്ചില്ല, മക്കളെ കാണിച്ചില്ല. അപ്പൊ നിങ്ങൾ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അസറ്റിലേക്കോ ഡേ ടു ഡേ എക്സ്പെൻസിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എന്താ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണ്? മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് നേച്ചർ ഓഫ് ബിസിനസ്. ഇതേപോലെ തന്നെ ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് ആണെന്ന് നോക്കാം. ട്രേഡിംഗ് ആണെങ്കിൽ എന്ത് വേണ്ട, അധികം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട. മാനുഫാക്ചറിംഗ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട. ഇനി സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ നോക്കാം. ലാർജ് ആണോ സ്മോൾ ആണോ നോക്കാം. ലാർജ് ആണെങ്കിൽ എന്ത് വേണം. ഇനി ബിസിനസ് സൈക്കിൾ നോക്കാം. ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ബൂമും ഡിപ്രഷൻ ഒക്കെ വരുന്നത്. ബൂമിലാണെങ്കിൽ എന്ത് വേണം സാറേ, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നെക്സ്റ്റ് സീസണൽ ഫാക്ടേഴ്സ് നോക്കാം. ലീൻ ആണോ പീക്ക് ആണോ നോക്കാം. ലീൻ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. പീക്ക് ആണെങ്കിൽ എന്ത് വേണം, കൂടുതൽ വേണം. നെക്സ്റ്റ് എന്താണ് പ്രൊഡക്റ്റ് സൈക്കിൾ. ലോങ്ങർ സൈക്കിൾ ആണെങ്കിൽ ഒരുപാട് വേണ്ടി വരും. ഇനി അടുത്തത് ക്രെഡിറ്റ് അലൗഡ്. ഒരുപാട് ക്രെഡിറ്റ് അലൗ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഇനി ക്രെഡിറ്റ് അവൈൽഡ്, നമുക്ക് കട കിട്ടുന്നെങ്കിൽ നമുക്ക് എന്ത് മതി, വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ഇനി അടുത്ത് എന്താണ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ച് മതി. ഇല്ലെങ്കിൽ എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഇനി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട. ഗ്രോത്ത് പ്രോസ്പെക്ടസ് ഉണ്ട്. ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം. ഇനി ഓൾറെഡി കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. അടുത്തത് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, പണപ്പെരുപ്പാണ്. പൈസ ഒക്കെ കൂടും. അപ്പൊ നമുക്ക് എന്ത് വേണം, നല്ല എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇവിടെ നിങ്ങൾ ഒരു 8 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏകദേശം മാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ പോയിന്റ് പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണ്? കൈ കാണിച്ചേ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്നും കൂടി പറയാൻ പോവുകയാണ്. വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിന്റെ ഫാക്ടേഴ്സ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ഫിനാൻഷ്യൽ മാനേജറിന്റെ 3 ഡിസിഷൻ. ആ 3 ഡിസിഷനിലെ ഡിവിഡൻഡ് ഡിസിഷന്റെ ഫാക്ടേഴ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയറാണ്? കൈവിശി കാണിച്ച് എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ. സെറ്റ് ആണല്ലോ മക്കളെ? അതുപോലെ ഫിനാൻസിങ് ഡിസിഷൻ 1 ഇയറിന് വേണ്ടി പഠിച്ചോ. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ഫിക്സഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കറന്റ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പഴത്താണെങ്കിലോ നമുക്ക് വേഗം തന്നെ എടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ എടുത്ത് കൊടുത്താൽ മതി. ഫിക്സഡ് ക്യാപിറ്റൽ എങ്ങനെയാണ്, ഇൻഡയറക്ട് സപ്പോർട്ട് ദ ട്രേഡ് അല്ലെ. മിഷനറി ഒക്കെ നമുക്ക് ട്രേഡിന് ഡയറക്റ്റ് അല്ല ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെയല്ല. റോ മെറ്റീരിയൽസ് ഒക്കെ പറയുമ്പോൾ ഡയറക്റ്റ് സപ്പോർട്ട് ആണ്. ട്രാൻസ്പോർട്ടേഷൻ പൈസ കൊടുക്കുക, കാര്യങ്ങളൊക്കെ. ഇനി ഇത് ലോങ്ങർ പീരീഡിലേക്ക് ആവശ്യമാണ്, ഇത് ഷോർട്ടർ പീരീഡിലേക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കൂടുതൽ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഇനി ഡയറക്റ്റിംഗിലേക്ക്, ചാപ്റ്റർ 7 ഡയറക്റ്റിംഗിലേക്ക് പോകട്ടെ മക്കളെ. ഡയറക്റ്റിംഗും നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഡയറക്റ്റിംഗിന്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എന്താണ് എംപ്ലോയീസിനെ സബോർഡിനേറ്റേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളെ എലമെന്റ്സ് എല്ലാം കൂടി ചേർത്ത് ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഡയറക്റ്റ്. ക്ലിയർ അല്ലേ? ഡയറക്റ്റിംഗിന്റെ ഫീച്ചർ 3 പോയിന്റ് പഠിക്കാം. ഒന്നാമത്തെ കാര്യം അല്ലേ, ഡയറക്റ്റിംഗ് ഉണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ടാക്കും. ഇനി ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പെർവസീവ് ആക്ടിവിറ്റി ആണ് അല്ലേ. നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ എല്ലാം വരുന്ന പോയിന്റ്സ് ആണ് പെർവസീവ്, കണ്ടിന്യൂസ് എന്നുള്ള സാധനം. അതുപോലെ ടോപ്പ് ടു ബോട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. ഡയറക്റ്റിംഗിന് ഒരു ഹ്യൂമൻ എലമെന്റ് ആയിരിക്കും ആ ഫീച്ചർ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് നോക്കാം. ഓൾറെഡി പറഞ്ഞ ഫീച്ചറിലെ പോയിന്റ്സ് വരുന്നുണ്ട്. എംപ്ലോയിയുടെ എഫക്റ്റീവ് ചെയ്യുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് ഡയറക്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയറക്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾ. ഒന്നാമതായിട്ട് ഡയറക്റ്റിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽസിന്റെ കോൺട്രിബ്യൂഷൻസ് മാക്സിമം എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി അവർ തമ്മിൽ എന്തുണ്ടാക്കാൻ പറ്റും സാറേ, നല്ലൊരു ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സും ഒക്കെ കൂട്ടി കുഴച്ചിട്ട് ഒരേപോലെ നമുക്ക് ഓർഗനൈസേഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരു ടൈമിൽ ഒരു എംപ്ലോയിക്ക് ഒരു സുപ്പീരിയർ മാത്രമേ ഓർഡർ കൊണ്ടുവരാൻ പറ്റും. ഇനി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും നല്ല ടെക്നിക്ക് യൂസ് ചെയ്യാം, അപ്രോപ്രിയേറ്റ്നസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്. ഇനി മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു ഫ്രണ്ട്ലി നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡയറക്റ്റ് ലീഡർഷിപ്പും വേണം,
നല്ല ലീഡർ ഫോളോ അപ്പ്. മാക്സിമം ഒരു 4 പ്രിൻസിപ്പിൾ എങ്കിലും നിങ്ങൾ ഓൾറെഡി യൂണിറ്റ് ഓഫ് കമാൻഡും ഇൻഫോർമൽ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഒക്കെ പഠിക്കുന്നുണ്ട്. പഠിച്ച ഓൾറെഡി പ്രിൻസിപ്പിൾ പഠിക്കാൻ നോക്കാം. ഇനി അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സാർ ഈ ചാപ്റ്റർ എത്ര മാർക്ക്. മാക്സിമം ഈ ചാപ്റ്റർ ഒരു 12 മാർക്ക് ചോദിക്കട്ടെ. 12 മാർക്കിനൊക്കെ ചോദിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? 12 മാർക്ക് ചോദിക്കും. അപ്പൊ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഡയറക്ടിംഗ് ആണ്. അതിനുശേഷം ഫിനാൻഷ്യൽ മാനേജ്മെന്റും ചാപ്റ്റർ 2 ആണ്. അതൊന്നും പഠിച്ചു പോയേക്കാം. നെക്സ്റ്റ് നോക്കാം. അപ്പൊ പ്രിൻസിപ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് ഡയറക്ടിംഗ് ആണ്. ഡയറക്ടിംഗിന്റെ എലമെന്റ്സ് ആയിട്ട് 4 എലമെന്റ്. മക്കളെ മാറ്റി പറയല്ലേ. ഫസ്റ്റ് എലമെന്റ് എന്താണ് സാറേ? സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ മീൻസ് എന്താണ്? ഓവർസീയിങ് ദ സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഓവർസീ ചെയ്യുകയാണെങ്കിൽ ആ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കുക. ക്ലോസ് വാച്ച്. ബട്ട് നമ്മുടെ ഇവിൻ സാറിന് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുക, ഇൻഡ്യൂസ് ചെയ്യുക, അല്ലെ? അപ്പൊ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യോ ഇൻഡ്യൂസ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയാ? മോട്ടിവേഷൻ പറയും. അടുത്തെന്താണ്? ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സബോർഡിനേറ്റേഴ്സിന്റെ ബിഹേവിയറെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാ? ലീഡർഷിപ്പ്. നല്ല രീതിയിൽ നയിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാം. അടുത്തെന്താണ്? കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ മക്കളെ, എലമെന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ അകത്ത് സൂപ്പർവിഷന്റെ അകത്ത് കുറച്ച് സാധനം എന്നുള്ളതുകൊണ്ട് മോട്ടിവേഷന്റെ പ്രോസസ്സ് വരുന്നുണ്ട്. ലീഡർഷിപ്പിന്റെ അകത്ത് ആകെ 3 ടൈപ്സ് ഓഫ് ലീഡേഴ്സ് ഏതൊക്കെയാണെന്ന് മാത്രം പഠിച്ചാൽ മതിയാവും. കമ്മ്യൂണിക്കേഷൻ ആണ് കുറച്ച് വലുത് അല്ലെ? കമ്മ്യൂണിക്കേഷൻ മെത്തേഡും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇതെല്ലാം എലമെന്റ്സ് ഓഫ് ഡയറക്ടിംഗ്. ഫസ്റ്റ് സൂപ്പർവിഷൻ നോക്കാം. സൂപ്പർവിഷനിൽ പഠിക്കണം സൂപ്പർവൈസറുടെ റോൾ പഠിക്കണം. ഓക്കെ, സൂപ്പർവൈസറുടെ റോൾ ആയിട്ടോ ഇമ്പോർട്ടൻസ് ആയിട്ടോ അഡ്വാൻറ്റേജസ് ആയിട്ടോ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് എന്താണ്? ഒരു സൂപ്പർവൈസർ ആണ്, ഗൈഡോ ഫ്രണ്ടോ ഫിലോസഫറോ ഒക്കെ ആയിട്ട് ആള് നല്ല രീതിയിൽ ഒരു മെന്റർ ആയിരിക്കും. അതുപോലെ വർക്കേഴ്സിനും മാനേജ്മെന്റിലും ലിങ്ക് ആയിരിക്കും. അതുപോലെ നല്ലൊരു ജോബ് ട്രെയിനിങ് കൊടുക്കാൻ വില്ലിംഗ് ആയിരിക്കും. അതുപോലെ വർക്കേഴ്സിന് ഒരു ഹാർമണി. ഇതൊക്കെയാണ് എന്ത്? സൂപ്പർവൈസറുടെ റോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോട്ടിവേഷൻ നോക്കാം. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് മോട്ടിവേഷൻ എങ്ങനെയാണ്? ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ്. ഒരു ഗോൾ ഡയറക്ടർ ബിഹേവിയർ ഉണ്ടാക്കുന്നുണ്ട്. മോട്ടിവേഷൻ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇനി മോട്ടിവേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി മോട്ടിവേഷന്റെ പ്രോസസിന്റെ ഡയഗ്രാം നോക്കി വെക്കുക. ആദ്യം ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് വേണം, പിന്നെ ടെൻഷൻ ഉണ്ടാവണം, ഡ്രൈവ്സ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ബിഹേവിയർ ചെയ്യുന്നു, സാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടായിരുന്നു, ടെൻഷൻ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നെക്സ്റ്റ് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയിയുടെ എന്ത് കൂടും സാറേ? പെർഫോമൻസ് കൂടും. നല്ല എംപ്ലോയി, നെഗറ്റീവ് എംപ്ലോയീസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരും. നെക്സ്റ്റ് എന്താണ്? റെഡ്യൂസ് എംപ്ലോയി ടേൺ പോകുന്ന പരിപാടി, നിർത്തിപ്പോകുന്ന പരിപാടിയൊക്കെ കുറഞ്ഞു കിട്ടും. അടുത്താണ് റെഡ്യൂസ് ആബ്സെന്റിസം. എംപ്ലോയീസ് ഇങ്ങനെ മുടങ്ങാണ്ട് വരും. നെക്സ്റ്റ് എന്താണ്? എംപ്ലോയീസിന് ചേഞ്ചിന് റെസിസ്റ്റ് ചെയ്യുന്ന പരിപാടി നിൽക്കും. മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണ് ഈ ഒരു ബിഹേവിയർ എംപ്ലോയിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. യെസ്, ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കണം. ചോദിച്ചില്ലെങ്കിൽ മക്കളെ ബിസിനസ് സ്റ്റഡീസിൽ ഡയഗ്രാം ഉള്ള പോർഷൻ ആണെങ്കിൽ ഡയഗ്രാം ചോദിച്ചിട്ടില്ലെങ്കിൽ വരച്ചോളണം. കേട്ടല്ലോ? അപ്പൊ നോക്കാം. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി അനുസരിച്ച് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ നീഡ്സിനെ 5 കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്താണ് സാറേ? പ്രൈമറി നീഡ്സ് എന്നോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്നോ നമുക്ക് പറയാം. ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് എന്തൊക്കെയായിരിക്കും വരിക? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സെക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫിസിയോളജിക്കൽ നീഡ്സിലേക്ക് വരിക. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? ബെറ്റർ സാലറി, ജോബ് വേണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത നീഡ് എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ജോബിൽ എന്ത് വേണം? സേഫ്റ്റി വേണം. നമുക്ക് എപ്പോഴും റെഗുലർ ഇൻകം റിസീവ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ജോലിക്ക് സ്റ്റെബിലിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഇൻഷുറൻസ്, PF തുടങ്ങിയുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞാൽ സോഷ്യൽ നീഡ് അഥവാ ബിലോങ്ങിങ് നീഡ് എന്ന് പറയും. നമ്മളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഒരു ഫാമിലി സെറ്റപ്പ് വേണം, ഒരു പ്രണയമൊക്കെ വേണം അല്ലേ? വേണം. അപ്പൊ സോഷ്യൽ നീഡാണ്. അടുത്തതാണ് എസ്റ്റീം നീഡ്സ്. അത് കഴിഞ്ഞാലോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ നമുക്ക് നല്ലൊരു നിലയും വിലയൊക്കെ വേണം. നമുക്ക് നല്ലൊരു ബഹുമാനിക്കണം. അതെ, ടീച്ചറിനെ ബഹുമാനിക്കണം. അപ്പൊ ഇതേപോലെ എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ലായിരുന്നു, എനിക്ക് വേറെന്തോ കിട്ടേണ്ടതായിരുന്നു. ഞാൻ എന്റെ മാക്സിമം എന്റെ കഴിവിനെ പരമാവധി ഞാൻ അച്ചീവ് ചെയ്തു അല്ലെ? അതാണ് ചിലപ്പോ ഒരു സർവീസ് മൈൻഡോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ, മറ്റേ യോഗ അങ്ങനെയൊക്കെ പോണ എനിക്ക് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനിൽ എനിക്ക് ചെയ്യാവുന്നതിന് പരമാവധി ചെയ്ത് കഴിഞ്ഞു. എനിക്ക് വേറെ ചെയ്യാനില്ല. അവരോട് എന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതിന്റെ അകത്ത് ഓരോ എക്സാമ്പിൾസ് വെച്ച് എഴുതാനായിട്ട് പഠിക്കുക. അപ്പൊ തന്നെ
നിങ്ങൾക്ക് ഒരുവിധം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡയഗ്രാം വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് കണ്ടന്റിനെ പിന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇത് 5 മാർക്കിനും എസ്സേക്കും ചോദിക്കാൻ ചാൻസ് വർദ്ധിപ്പിക്കുകയാണ്. നെക്സ്റ്റ് അടുത്തത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് മക്കളെ. മോട്ടിവേഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം സാറേ? മോട്ടിവേഷന് വേണ്ടി നമുക്ക് പല ടൈപ്പ് ഫൈനാൻഷ്യലും കൊടുക്കാം, അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യലി നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെ? പേ ആൻഡ് അലവൻസ് അഥവാ സാലറി. നെക്സ്റ്റ് എന്താണ്? കമ്മീഷൻ. സെയിൽസ് സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ കമ്മീഷൻ കൊടുത്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. അടുത്താണ് ബോണസ്. സാലറിനെക്കാട്ട് എക്സ്ട്രാ നമ്മൾ ഓഫർ ചെയ്യും. അടുത്തത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് കോ പാർട്ണർഷിപ്പ് കൊടുക്കാം. സ്റ്റോക്ക് ഓപ്ഷൻ ഒക്കെ അതായത് നമ്മുടെ കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യാം? മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറച്ച് നമ്മുടെ ഷെയർ ഹോൾഡർ നമ്മുടെ എംപ്ലോയീസിന് വിൽക്കാം. റിട്ടയർമെന്റ് ബെനിഫിറ്റ്, PF പോലുള്ള കാര്യങ്ങളൊക്കെ പെർക്യൂസിറ്റ്സ്, കാർ കൊടുക്കുക, വീട് കൊടുക്കുക, ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് എന്താ? ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. മണിയുടെ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇൻസെന്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. എസ്സേ ചോദിക്കും. നെക്സ്റ്റ് അടുത്തതാണ് നോൺ ഫിനാൻഷ്യൽ. Incentives that cannot be measured in terms of money. Yes, അത് can ആണെങ്കിൽ ഇത് cannot. Okay, അപ്പൊ എന്താണ്? സ്റ്റാറ്റസ് ഉണ്ട്, ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ്, നമ്മുടെ കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് എൻറിച്ച്മെന്റ്, എംപ്ലോയ്മെന്റ് റെക്കഗ്നീഷൻ പ്രോഗ്രാംസ്, എംപ്ലോയ്മെന്റ് പാർട്ടിസിപ്പേഷൻ, എംപ്ലോയി എംപവർമെന്റ്. അപ്പൊ എംപ്ലോയിയെ നമ്മൾ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെന്താണ്? നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. ഇത് പൈസയുടെ ടേംസിൽ അല്ല. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നോൺ ഫിനാൻഷ്യലും ഫിനാൻഷ്യലും എസ്സേ ചോദിക്കും. ഡെഫിനിഷൻ അടക്കം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അതിന്റെ ഡിഫറൻസിലേക്ക് പോകാലോ. ഡിഫറൻസ് ഓൾറെഡി സാർ പറഞ്ഞതാണ്. ഒന്ന് എന്താണ്? മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റും. നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലോ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഫിനാൻഷ്യൽ ആണെങ്കിൽ എന്ത് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം? ഫിസിയോളജിക്കലും സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യാം. നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലോ സോഷ്യൽ എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. ഫിനാൻഷ്യൽ വിസിബിൾ ആണ്, നോൺ ഫിനാൻഷ്യൽ വിസിബിൾ അല്ല. നെക്സ്റ്റ് എന്താണ്? ഫിനാൻഷ്യൽ ആണെങ്കിൽ ലോവർ മോട്ടിവേറ്റ് ചെയ്യുക. ഈ സ്റ്റാറ്റസ് ഒക്കെ സംഭവിക്കും മിഡിൽ ലെവലും ടോപ്പ് ലെവലും മോട്ടിവേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഈ നെക്സ്റ്റ് ആണ് ലീഡർഷിപ്പ്. ഓൾറെഡി പറഞ്ഞു, ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബോർഡിനേറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്വഭാവത്തിലൊക്കെ ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതേപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് കൂട്ടാനായിട്ട് സഹായിക്കും. ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് പ്രോസസ്. മക്കളെ, നിങ്ങൾ മോട്ടിവേഷന്റെ എല്ലാ എലമെന്റിലും എഴുതാൻ പറ്റിയ പോയിന്റ് ആണ് കണ്ടിന്യൂസ് പ്രോസസ്. ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മോട്ടിവേഷന്റെ സൂപ്പർവിഷൻ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ എഴുതാൻ പറ്റും. കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നും എഴുതാൻ പറ്റും. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഫീച്ചറിൽ എഴുതി വെച്ചോട്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ് സാറേ? ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ സബോർഡിനേറ്റഡ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടും, ട്രെയിനിങ് കൂട്ടും, പിന്നെന്താണ്? എഫിഷ്യൻസി കൂട്ടും. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്തത് 3 ടൈപ്സ് ഓഫ് ലീഡർഷിപ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത് ഓട്ടോക്രാറ്റിക് അഥവാ അതോറിറ്റി. രണ്ടുപേരും നോക്കി വെക്കണുണ്ടോ? ചിലപ്പോ നിങ്ങൾക്ക് ചോദിക്കാനുമ്പോ പേര് മാറിപ്പോവാനിടയുണ്ട്. ഓട്ടോക്രാറ്റിക് ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതോറിറ്റി തലക്ക് പിടിച്ചാൽ ഞാൻ പറയണമെന്ന് കേട്ടാൽ മതി. അത് വേറെ ആരൊന്നും പറയണ്ട. അതാണെന്ത്? അത് ഓട്ടോക്രാറ്റിക്. ഇനി ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റേഴ്സിനും റോൾ ഉണ്ട്, ലീഡർഷിപ്പ് റോൾ ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക്. ലേസിയസ് എന്താണ്? ലേസിയസ് എന്ന് പറയുമ്പോ എന്താണ്? നിങ്ങൾ എന്താണ് പറഞ്ഞാൽ കേൾക്കാം അല്ലെ? അപ്പൊ സബോർഡിനേറ്റേഴ്സിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ലേസിയസ് ഫെയർ ആണ്. മക്കളെ, ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞു 12 or 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? 12 or 10 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ 3 ലീഡർഷിപ്പും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടക്കം പഠിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ മോഡൽ. മക്കളെ 1 വേർഡ് ചോദിക്കും കേട്ടോ. മെസ്സേജ്, എൻകോഡ്, അതുപോലെ എന്താണ്? സെൻഡർ, ഡീകോഡ്, നോയ്സ്. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞേ മതിയാവൂ. സെൻഡർ ഉണ്ട്, എൻകോഡ് ചെയ്യാന്ന് സിമ്പിൾസും വേർഡ്സും പറഞ്ഞോ സാറേ. ഫസ്റ്റ് ആരുടെ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യാം? സെൻഡർ ആണ്. സെൻഡർ അല്ലെ? ആരാണ് മെസ്സേജ് അയക്കാൻ? സെൻഡർ. നെക്സ്റ്റ് എന്താണ്? അയാളുടെ മെസ്സേജ് സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എൻകോഡ് ചെയ്യും. നെക്സ്റ്റ് അയാൾ എന്താ ചെയ്യാ? മെസ്സേജ് ചാനൽ വഴിയാണ് പോകുന്നത്. എന്ത് ചാനലായിരിക്കും? കമ്മ്യൂണിക്കേഷൻ ആണ് ചാനൽ അതിലൂടെ ഡീകോഡ് ചെയ്തിട്ട് ഇതിനെ പിന്നെ തിരിച്ചും സംഭാഷണങ്ങളും വീഡിയോസ് ഒക്കെ ആയിട്ടാണ് മെസ്സേജ്. അടുത്തെന്താണ്? ആളുടെ ഫീഡ്ബാക്ക് ആയിരിക്കും പിന്നെ പോകുന്നത്. ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അതും ഇതേപോലെ എൻകോഡ് ചെയ്തിട്ട് കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾസ് ആൻഡ് വേർഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് അത് ഡീകോഡ് ചെയ്തിട്ട് സെന്ററിലേക്ക് ഫീഡ്ബാക്ക് വരും. റേഞ്ച് വരാം, റേഞ്ച് ഇഷ്യൂ വരാം, നെറ്റ് ഇഷ്യൂ വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ ഇത്ര എൻകോഡിംഗ്, ഡീകോഡിംഗ്, മെസ്സേജ്, ചാനൽ, റിസീവർ, സെൻഡർ, ഫീഡ്ബാക്ക്, നോയിസ്, ഈ എലമെന്റ്സ് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് കൂടും നമുക്ക് ഓർഗനൈസേഷനിൽ? കോർഡിനേഷൻ കൂടും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ വർക്ക് സ്മൂത്ത് ആയിട്ട് പോകും, എഫിഷ്യൻസി കൂട്ടും, കോപ്പറേഷൻ കൂട്ടും, ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും.
അതുപോലെ എംപ്ലോയിയുടെ മോട്ടിവേഷനും Morale, മൊറയിലും കൂട്ടാൻ പറ്റും. motivation. ക്ലിയർ ആണോ മക്കളെ? കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. ഇനി പറയാൻ പോണത് ടൈപ്സ് ഓഫ് കോർഡിനേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകുന്നത് അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സ്കാലാർ ചെയിൻ ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സ്കാലാർ ചെയിൻ ആണ് നോക്കേണ്ടത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലോ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും കൂടുതൽ വരിക അല്ലെ, അതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ. ബിസിനസ് സ്റ്റഡീസിന് പിരിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ മൊത്തം മോട്ടിവേറ്റ് ചെയ്യണം. ഫാത്തിമ, നോമ്പ് തുറക്കുന്ന എല്ലാവരും ക്ലാസ് മോട്ടിവേറ്റ് ചെയ്യണം. യെസ്, ഓക്കെ, നോക്കട്ടെ മക്കളെ. അപ്പൊ ഫോർമൽ ഇൻഫോർമൽ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്തത് അതിന്റെ ടൈപ്സ് ആ പറയാൻ പോകുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ എന്താ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ വഴിയാണ്, വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ. നെക്സ്റ്റ് ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ് പറയാൻ പോകുന്നത്. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റമാറ്റിക് ഓർഡർ ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാവും. എ ടു ബി, ബി ടു സി എന്ന് പറയുന്നത് നമ്മൾ പിരമിഡ് വരച്ചിട്ട് കാണിച്ച ഗവൺമെന്റ് അല്ലേ. അതോറിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ആരാ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ കൺട്രോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലോ, ടൈം എടുക്കുന്ന പരിപാടി. നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയാം, ടോപ്പ് ലെവൽ മാനേജറിനോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആയിട്ടേ പോകുള്ളൂ. സ്കാലാർ ചെയിനാണ്. അടുത്തത് ഇംപേഴ്സണൽ ആണ്. അതുപോലെ എന്താണ് ചിലപ്പോ ഇന്നാക്യുറേറ്റ് ആയ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്തതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡ്. മക്കളെ നിങ്ങളുടെ ഡയഗ്രം നോക്കി വെക്കുക. ഫസ്റ്റ് ആണ് സിംഗിൾ ചെയിൻ, ഒറ്റ ചെയിൻ പോലെ. സുപ്പീരിയർ ടു സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ സിംഗിൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഒരു സുപ്പീരിയർ മൊത്തം സബോർഡിനേറ്റോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വീൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി നമ്മുടെ രണ്ടറ്റത്തുള്ള എന്താണ് സബോർഡിനേറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സർക്കുലർ ആണ്. ആർക്കും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫ്രീ ഫ്ലോ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഇൻവേർട്ടഡ് വി. ഇൻവേർട്ടഡ് വി എന്ന് പറയുമ്പോൾ അവരുടെ സുപ്പീരിയറിനോടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻവേർട്ടർ കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ശ്രദ്ധിക്കുക, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ പറഞ്ഞ പേരാണ് ഗ്രേറ്റ് വൈ നെറ്റ്വർക്ക്. ക്ലിയർ മക്കളെ? ഗ്രേറ്റ് വൈ നെറ്റ്വർക്ക് വൺ വേ. ഓക്കെ, ഫസ്റ്റ് ആണ് സിംഗിൾ സ്റ്റാർ നെറ്റ്വർക്ക്. അത് ഇതേപോലെ തന്നെ 1 by 1 ആയിട്ട് ഇരിക്കുന്നത്. അടുത്ത ഗോസിപ്പ് ആണ്. ആരോട് വേണമെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ സെലക്ടീവ് ബേസിസിൽ പറയാനായിട്ട് സാധിക്കും. അടുത്തത് പ്രോബബിലിറ്റി ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആർക്കും പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ക്ലസ്റ്റർ. ക്ലസ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ട്രസ്റ്റ് ഉള്ള ആളോട് മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ക്ലസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. മക്കളെ ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കുക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും സാറേ? ടെൻഷൻ കുറയ്ക്കാൻ പറ്റും, നമുക്ക് കോസ്റ്റ് കുറച്ച് മതി, എഫോർട്ട് കുറച്ച് മതി. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലോ ഇന്നാക്യുറേറ്റ് ആയിട്ട് പറയാം അല്ലെ, ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ആരാ പറഞ്ഞെന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഇനി ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇൻഫോർമലിന്റെയും ഫോർമലിന്റെയും ഡിഫറൻസ് ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. ഫോർമൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ പോവാ? ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ആണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച്. നെക്സ്റ്റ് റിജിഡ് ആയിരിക്കും ഫോർമൽ, ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും. മെസ്സേജ് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും ഫോർമലിൽ, കാരണം മെയിലും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇവിടെ റെക്കോർഡ് ഉണ്ടാവില്ല. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഫിക്സഡ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സെന്ററിൽ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. അപ്പൊ ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോണ്ടേനിയസ്ലി അറൈവ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയാ. ഇത് അങ്ങനെയല്ല. ടോപ്പ് മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ക്ലിയറാണ്? കൈവശം കാണിച്ച് 1 way ചോദിക്കോട്ടാ. ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സ്പോണ്ടേനിയസ് അറൈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് സെമാന്റിക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പല തടസ്സങ്ങളുണ്ട് സാറേ. ഓക്കെ, ഫസ്റ്റ് തടസ്സമാണ് സെമാന്റിക് ബാരിയേഴ്സ്. സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ മെസ്സേജ് എൻകോഡ് ചെയ്യുമ്പോഴോ ഡീകോഡ് ചെയ്യുമ്പോഴോ തടസ്സമെങ്കിൽ സെമാന്റിക് ബാരിയേഴ്സ്. എന്തൊക്കെ വരാം? ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, നമുക്ക് പറയാൻ അറിയാൻ പാടില്ല, ഭാഷ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരാം. സിംബൽസ് വിത്ത് ഡിഫറെന്റ് മീനിങ്സ് അല്ലെ. വാട്സ്ആപ്പ് ഇമോജിസിന്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചില അമ്മമാര് ചിലപ്പോ ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് കരൺ ഇമോജി ഇട്ടേക്കും. അതേപോലെ ഫോൾട്ടി ട്രാൻസ്ലേഷൻ, ഭാഷ ടെക്നിക്കൽ ജാർഗൺ, ചില വേർഡ്സ് നമുക്ക് അറിയില്ല. അതൊക്കെ എന്താണ് ടെക്നിക്കൽ ജാർഗൺ പറയുമ്പോൾ പല വേർഡ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടുത്തത് സെമാന്റിക് ബാരിയേഴ്സ്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ സെമാന്റിക് ബാരിയേഴ്സ് പഠിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അല്ലെ.
നമ്മുടെ ഇമോഷൻസ് കൊണ്ടോ നമ്മുടെ എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടോ വരുന്ന ബാരിയേഴ്സ് ആണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. പ്രീമച്ചുവർ ഇവാലുവേഷൻ, ഒരാൾ കാര്യം പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് എനിക്കറിയാമെന്നും പറഞ്ഞു നിർത്തണതാണ് എന്ത് പ്രീമച്ചുവർ ഇവാലുവേഷൻ. ലാക്ക് ഓഫ് അറ്റൻഷൻ, കേൾക്കാണ്ട് എന്താണ് ട്രാൻസ്മിഷൻ ബൈ പുവർ അറ്റൻഷൻ, കേൾക്കാണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ പകുതി വിഴുങ്ങി പോകും. കമ്മ്യൂണിക്കേഷൻ ഫ്ലോപ്പ്. നെക്സ്റ്റ് അടുത്ത് എന്താണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ബാരിയേഴ്സ് വരും? നെക്സ്റ്റ് പോളിസി കാര്യങ്ങൾ, ഒരാളോട് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്നതെ പറയാവൂ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിജിഡിറ്റി വരും. അപ്പൊ കമ്പനിയുടെ പോളിസിയും റൂൾസും സ്റ്റാറ്റസും അതുപോലെ കമ്പനിയുടെ സ്ട്രക്ചറും കുറച്ച് കോംപ്ലക്സ് ആണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ബാരിയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ മക്കളെ? അടുത്തതാണ് പേഴ്സണൽ ബാരിയേഴ്സ്. മൂന്നേ സംഗതികൾ വരുന്നുള്ളൂ. ഒന്നാമതാണ് ഫിയർ ഓഫ് ചലഞ്ച്. പറ്റുമോ? അടുത്തത് നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്കില്ല. ഇൻസെന്റീവ്സ് ഇല്ലെങ്കിലും എന്തുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നിങ്ങൾ ഈ ബാരിയേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഈ ബാരിയേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്ന് പഠിക്കാനുണ്ട്. എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഒന്ന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഐഡിയ എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കസ്റ്റമറെ നീടൊന്ന് നോക്കാം. അതുപോലെ മറ്റുള്ളവരുടെ കൺസൾട്ട് ചെയ്യുക. കറക്റ്റ് വേർഡും കറക്റ്റ് ടോണും ലാംഗ്വേജും യൂസ് ചെയ്യുക. റിസീവറുടെ ഇൻട്രസ്റ്റ് നോക്കുക. ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അപ്പൊ എന്താണ് ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് റിമൂവ് ചെയ്യാനുള്ള വഴികൾ. അപ്പൊ നിങ്ങൾ നോക്കുക, ആ 7ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടന്റ് പോർഷൻസ് പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ മോട്ടിവേഷൻ വരുന്ന പ്രിൻസിപ്പിൾസ്, അതുപോലെ സൂപ്പർവൈസറുടെ റോളുകൾ, അതുപോലെ എന്താണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, പ്രിൻസിപ്പിൾസ് അതും നോക്കണം. കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡ്സ്, അതേപോലെ തന്നെ അതിൽ വരുന്ന ഡയഗ്രം കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ഇൻസെന്റീവ്സ് നോക്കാം. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീഡേഴ്സ് നോക്കാം. ക്ലിയർ ആണ്? കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പറയാമ്പോൾ ശ്രദ്ധിക്കുക. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. സ്റ്റാഫിംഗിൽ മാക്സിമം ഒരു 9 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ്. യെസ്, കറക്റ്റ് ആയിട്ടുള്ള അടുത്തേക്ക് കൊണ്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ പരിപാടി. സ്റ്റാഫിംഗിൽ നമുക്ക് നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതേപോലെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് ഇടുകയാണ്. അതേപോലെ എന്റർപ്രൈസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് നല്ല എംപ്ലോയീസിനെ ഹയർ ചെയ്ത് മതിയാവും. അതേപോലെ തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അതും സ്റ്റാഫിംഗിൽ പറയുന്നുണ്ട്. എടുത്ത സ്റ്റാഫിനെ കൊണ്ടൊക്കെ നന്നായിട്ട് പണിയെടുത്ത് പിഴിച്ചിട്ട് വേണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി സ്റ്റാഫിംഗ് ടെക്നിക്കൽ ടൈം ആണ് എന്താ HR എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. അതൊരു ഇൻഹെറിന്റഡ് പാർട്ട് ആണ്. അതായത് സ്റ്റാഫിംഗ് HRM രണ്ടായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ HRMന്റെ ഒരു പാർട്ടാണ് സ്റ്റാഫിംഗ്, അതും കൂടി ഓർത്തു വെച്ചേക്കാം. ഇനി HRMന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് സാറേ? റിക്രൂട്ട്മെന്റും സെലക്ഷനും അല്ലെ, അത് ചെയ്യുന്നത് HRന്റെ പരിപാടിയാണ്. അതേപോലെ ജോബ് അനാലിസിസ് ചെയ്യുന്നത്, ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, കോമ്പൻസേഷനും ഇൻസെന്റീവ് പ്ലാൻസ്, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും, ലേബർ റിലേഷൻസ്, ഗ്രീൻനെസ് കൊടുക്കുക, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഒക്കെ കൊടുക്കുക. ട്രേഡ് യൂണിയൻ റിലേഷൻസ് വെക്കുക. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ HRM വരുന്ന ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? HRMന്റെ ഫംഗ്ഷൻസ് ഇതും പഠിക്കണം കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാഫിംഗിന്റെ പ്രോസസ്. മക്കളെ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബിന് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിക്ക് എത്ര ആൾക്കാർ വേണം, എന്താണ് ജോലി ചെയ്ത ആവശ്യം. അതുപോലെ റിക്രൂട്ട്മെന്റ്, സെർച്ചിങ് പ്രോസ്പെക്ടീവ് എംപ്ലോയീസിനെ ഓർഗനൈസേഷന്റെ ജോബിലേക്ക് വേണ്ടി നമ്മൾ പോസിറ്റീവായ എംപ്ലോയീസിനെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എന്താണ്? അതിൽ സെലക്ട് ചെയ്തെടുക്കണം. റിക്രൂട്ട് ചെയ്തതിന് സെലക്ട് ചെയ്തവരെ നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്തവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുത്തു. അതിനുശേഷമാണ് അവരുടെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ കൊടുത്ത് അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കരിയർ പ്ലാനിംഗ് ഒക്കെ സെറ്റ് ആക്കി കോമ്പൻസേഷനും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. സാലറിയും കൊടുക്കണം. മക്കളെ ശ്രദ്ധിക്കുക, ഇതിൽ പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ പ്രത്യേകിച്ച് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പെർഫോമൻസ് അപ്രൈസലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടും നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊന്ന് പഠിച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാഫിംഗിൽ വരുന്ന 3 ആസ്പെക്ട്സ് അല്ലെങ്കിൽ 3 എലമെന്റ് ആണ്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്. ഓൾറെഡി റിക്രൂട്ട്മെന്റ് പറഞ്ഞു. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളത്. അതുപോലെ റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്നും കൂടി ഓർത്ത് വെച്ചേക്കാം മക്കളെ. പോസിറ്റീവ് പ്രോസസ് ആണ്. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റ് എത്ര ടൈപ്പ് റിക്രൂട്ട്മെന്റ് സാറേ? 2 ടൈപ്പ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇന്ത്യയിൽ ആകെ 2 മെത്തേഡേ ഉള്ളൂ, ട്രാൻസ്ഫർ ഉണ്ട്, പ്രൊമോഷൻ. ഓർഗനൈസേഷനുള്ളിൽ എന്താണ്? അത് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഫസ്റ്റ് ട്രാൻസ്ഫറും പ്രൊമോഷനും. എന്താ ട്രാൻസ്ഫർ? ഇവിടുന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് തട്ടി അല്ലെ, സാലറി മാറുന്നില്ല, സ്റ്റാറ്റസ് മാറുന്നില്ലെങ്കിൽ എന്താണ്? ട്രാൻസ്ഫർ ആണ്. എന്താ പ്രൊമോഷൻ? ഒരു എംപ്ലോയിനെ സാലറി മാറി, ജോബ് മാറി, എന്താണ് ഇതൊക്കെ ഹയർ ആക്കി നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? അത് പ്രൊമോഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം മക്കളെ, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആണെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിഫ്റ്റ് ആണ്. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അഥവാ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. നോട്ടീസ് ബോർഡിലൊക്കെ അടിച്ചിട്ട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അടുത്തത് കാഷ്വൽ കോളേഴ്സ്, ടെലികോളിംഗ് ഒക്കെ വഴി നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അഡ്വർടൈസ്മെന്റ്സ് പരസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് എംപ്ലോയ്മെന്റ് ഏജൻസികൾ അതേപോലെ തന്നെ എന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയൊക്കെ നമുക്ക് ആൾക്കാരെ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ കൺസൾട്ടന്റ് ഏജൻസികളിൽ കൂടെയൊക്കെ നമുക്ക് എടുക്കാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്ക് അല്ലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. റെക്കമെൻഡേഷൻസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർ ഈ വക പരിപാടിയിലൂടെ നമുക്ക് ലേബർ കോൺട്രാക്ടേഴ്സും എടുക്കാം. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മക്കളെ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് കൊണ്ടുള്ള മെറിറ്റും ലിമിറ്റേഷൻ ആണ് പറയാൻ പോകുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് എന്താണ് എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യും. എംപ്ലോയിക്ക് പ്രൊമോഷന് ചാൻസ് ആണ് ഓൾറെഡി ഉള്ള എംപ്ലോയിക്ക്. പിന്നെ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടും, എംപ്ലോയിയുടെ സെക്യൂരിറ്റി ലെവൽ കൂടും. അതിന് സമയമൊന്നും വേണ്ട, ഓൾറെഡി നമുക്ക് എംപ്ലോയിനെ അറിയാം. നെക്സ്റ്റ് എന്താണ് ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫേവറിറ്റിസം ഒക്കെ അവിടെ കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പുറമേയുള്ള ആൾക്കാർക്ക് ഇവിടെ അവസരങ്ങൾ കുറയും, കോമ്പറ്റീഷൻ കുറയും, എംപ്ലോയി തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എന്താണ് പ്രൊഡക്ടിവിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ എഫിഷ്യൻസി കുറയാൻ ചാൻസ് ഉണ്ട്. ആണല്ലോ. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് കിട്ടും? അട്രാക്റ്റീവ് ആയി ട്രെയിൻഡ് ആയ പീപ്പിൾസിനെ കിട്ടും. മാനേജ്മെന്റിനാണെങ്കിൽ ഒരുപാട് പേര് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബെസ്റ്റ് ടാലന്റ് എംപ്ലോയിനെ കിട്ടും. അതുപോലെ എന്താണ് മറ്റ് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ് ലിമിറ്റേഷൻ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടില്ല? പുതിയ ജോലി കിട്ടില്ല എന്നുള്ള കാരണം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഡിസാറ്റിസ്ഫാക്ഷൻ വരും. പ്രൊമോഷനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളവർക്ക് പറയും. ടൈം കൂടുതലുള്ള പരിപാടിയാണ്. മക്കളെ ബിസിനസ് സ്റ്റഡീസിൽ ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൂടി ചേർത്ത് എഴുതാ? അത് കോസ്റ്റ്ലി ആണെന്ന് ചേർത്ത് എഴുതാ. എല്ലായിടത്തും പഠിക്കുന്നുണ്ടോ? ടൈം കൺസ്യൂമിംഗ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിന്റെ പോർഷൻ ആണ് സെലക്ഷന്റെ സ്റ്റെപ്പ്. മക്കളെ സെലക്ഷന് വരുന്ന സ്റ്റെപ്പ്. അപ്പൊ സ്റ്റാഫിംഗിന്റെയും സെലക്ഷന്റെയും മാറിപ്പോകരുത്, രണ്ടും രണ്ടാണ് കേട്ടോ. സ്റ്റാഫിംഗിൽ വരുന്നൊരു സ്റ്റെപ്പാണ് സെലക്ഷൻ. ആ സെലക്ഷന്റെ പ്രോസസ്സാണ് ഈ തുടങ്ങി കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാ? പ്രൈമറി സ്ക്രീനിങ് ഉണ്ട്, പ്രിലിമിനറി സ്ക്രീനിംഗ്, അൺക്വാളിഫൈഡ് ആയ ആപ്ലിക്കേഷൻസ് റിക്രൂട്ട് ചെയ്തെടുത്ത് കളയുക. അതുകൊണ്ട് ഇത് നെഗറ്റീവും കൂടിയാണ്. സെലക്ഷൻ ടെസ്റ്റ് ഇന്റലിജന്റ് ടെസ്റ്റ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. മക്കളെ ടെസ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. വൺ വേർഡ് ചോദിക്കുന്നു കണ്ടേക്കുന്നത് ട്രേഡ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡും വൺ വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തതാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. അതായത് നമ്മൾ എംപ്ലോയറും എംപ്ലോയി എന്ത് ചെയ്യുക? ഇൻഡെപ്ത് ആയിട്ടൊരു കോൺവെർസേഷനിലേക്ക് പോകാം. റെഫറൻസും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടത്തി ഇന്റർവ്യൂലൊക്കെ അടിപൊളിയായി കഴിഞ്ഞാൽ ചെക്ക് ഒക്കെ നടത്തിയതിനു ശേഷം എന്താ ഫൈനൽ സെലക്ഷനിലേക്ക് പോവുക. ഫൈനൽ സെലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെന്ന് വിചാരിച്ചാൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അവർക്ക് അസുഖങ്ങളൊന്നും സ്പ്രെഡബിൾ ഡിസീസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ജോബ് ഓഫർ കൊടുത്തിട്ട് ഇതാണ് എന്ത് സെലക്ഷന്റെ സ്റ്റെപ്പ്. ഈ സെലക്ഷന്റെ ഡിഫറൻസ് പഠിക്കുക. സെലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? റിക്രൂട്ട്മെന്റ് പറയുമ്പോൾ സെർച്ചിങ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആണെങ്കിൽ, റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ എന്താണ്? സെലക്ടിങ് സൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആണ്. റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ആണ്, കാരണം എല്ലാ ആപ്ലിക്കൻസിനും എടുക്കാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് റിജക്ഷൻ ഉണ്ട്, സോ നെഗറ്റീവ് പ്രോസസ് ആണ്. ഇവിടെ സിമ്പിൾ ആണെങ്കിൽ ഇത് കോംപ്ലക്സ് ആണ്. ലെസ് എക്സ്പെൻസീവ് ആപ്ലിക്കേഷൻസ് വരണം മാത്രമേ ഉള്ളൂ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, ഇന്റർവ്യൂ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ എക്സ്പെൻസീവ്. അതുപോലെ ടൈം കൺസ്യൂമിംഗ് അല്ല, ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, അങ്ങനെയും പറയാം നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോബ് ചെയ്യാനുള്ള എംപ്ലോയിയുടെ സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും നമ്മൾ എബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കാം, എംപ്ലോയിയുടെ മൊറയിൽ കൂട്ടാം, സൂപ്പർവിഷന്റെ അളവ് കുറച്ചു മതി, അതുപോലെ റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആണല്ലോ? പ്രൊമോഷനും കരിയറൊക്കെ കൂടാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഏർണിംഗ്സ് കൂട്ടി കിട്ടും നമുക്ക്. അതേപോലെ തന്നെ എന്തായിരിക്കും ആക്സിഡൻസും വേസ്റ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സാറ്റിസ്ഫാക്ഷൻ കൂടുകയും ചെയ്യും. ഇനി പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ അടുത്തൊരു എസ്സേയാണ് എന്തൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ്. മക്കളെ രണ്ട് ടൈപ്പ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്, ജോബ് ഉണ്ട്, ഓഫ് ജോബ് ഉണ്ട്. ഓർഗനൈസേഷന്റെ ഉള്ളിൽ ട്രെയിനിങ് കൊടുത്താൽ അത് ഓൺ ദി ജോബ് ആണ്, ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. ഇനി ഓഫ് ദി ജോബ് ആണെങ്കിലോ ഓർഗനൈസേഷന്റെ പുറത്ത് ട്രെയിനിങ് കൊടുത്താൽ അത് എന്താണ്? ഓഫ് ദി ജോബ് ആണ്, ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. മക്കളെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓൺ ജോബ് എന്ന് പറയുമ്പോൾ നാളെ ഇതൊക്കെ സ്ഥലം വരാം. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അല്ലെ, ഒരു അപ്രന്റീസ് ട്രെയിനിങ് ആയിട്ടൊക്കെ നമുക്ക് ഒരാളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോച്ചിങ്ങും കാര്യങ്ങളും ഓൾറെഡി എടുത്തവർക്ക് ചിലപ്പോൾ ഒരാഴ്ച ഓറിയന്റേഷൻ കോച്ചിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ഇന്റേൺസ് ആയിട്ട് ഓർഗനൈസേഷനിൽ എടുത്തുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കാം. അതേപോലെ തന്നെ ജോബ് റൊട്ടേഷൻസും കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജോബ് ട്രെയിനിങ് നടത്താം. അതായത് ജോലിക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കാം. ഓഫ് ദ ജോബ് ആണെങ്കിലോ ക്ലാസ് റൂം ലെക്ചർ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഇനി കോൺഫറൻസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാം, ഫിലിം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ കേസ് സ്റ്റഡി ഓൾറെഡി നടന്ന ഒരു ഇഷ്യൂ എടുത്തിട്ട് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടേഴ്സ് മോഡലിംഗ്, ഒരു വിർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് പഠിക്കാൻ മക്കളെ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ സെയിം അറ്റ്മോസ്ഫിയറും സെയിം കാര്യങ്ങളൊക്കെ വെച്ച്
ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിച്ച് പഠിപ്പിക്കുക. അതായത് ആക്ച്വൽ വർക്ക്സിനെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? അടുത്തത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇൻഫർമേഷനെ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് എന്താ ഓൺ ദ ജോബും ഓഫ് ദ ജോബും രണ്ടും നോക്കി വെക്കുക. അതുപോലെ ഓൺ ദ ജോബും ഓഫ് ജോബിന് ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ പഠിച്ച പോയിന്റ്സ് വെച്ച് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ, പറഞ്ഞതാണല്ലോ ഡിഫറൻസ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ ഓവറോൾ ഗ്രോത്ത് ആണ്, ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ്. ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ നന്നായി, അതാണ് എന്ത് ഡെവലപ്മെന്റ്. യെസ്, ഓക്കെ. അപ്പൊ ഡെവലപ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു. കരിയറും പേഴ്സണാലിറ്റി കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒറ്റയടിക്കുള്ള ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ ആണ് എന്താ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ജോലി ചെയ്യാനുള്ള സ്കില്ല് കൂട്ടും. ഡെവലപ്മെന്റ് എന്താണ് സാറേ? എംപ്ലോയിയുടെ എല്ലാ ആസ്പെക്ടിലും നമുക്ക് കൂട്ടാണ്. ഇനി ട്രെയിനിങ് എന്തായിരിക്കും? ജോബിന്റെ സ്കില്ലാണ് കൂട്ടുക. ഡെവലപ്മെന്റ് എന്താണ്? എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യാം. നെക്സ്റ്റ് ട്രെയിനിങ് ഷോർട്ട് ടൈം ആണെങ്കിൽ ഡെവലപ്മെന്റ് ലോങ് ടേം ആണ്. ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് സെന്റേഡ് ആയിരിക്കും, ഒരു ജോലിക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കരിയർ സെന്റേഡ് ആണ്. ഇനി ട്രെയിനിങ്ങിൽ സൂപ്പർവൈസർ റോൾ ഇമ്പോർട്ടന്റ് ആണ്. ഡെവലപ്മെന്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം മക്കളെ. അപ്പൊ നോക്കിയേ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്നും കൂടി പറയാൻ പോവാണ്. സ്റ്റാഫിംഗ് എന്താണെന്ന് പഠിക്കുക, വൺ വേർഡ് ചോദിച്ചിരിക്കും. ക്ലിയർ അല്ലേ? ഇനി സ്റ്റാഫിംഗിൽ വരുന്ന പ്രോസസ്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ദെൻ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പഠിക്കുക. റിക്രൂട്ട്മെന്റും സെലക്ഷനും മാറി പോകരുത്. ഏതാണ് നെഗറ്റീവ്, ഏതാണ് പോസിറ്റീവ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഐഡിയ വേണം. അതുപോലെ തന്നെ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ആ മെത്തേഡ്സ് അല്ലെ, ഇന്റേണൽ റിക്രൂട്ട്മെന്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റും അതിൽ വരുന്ന മെറിറ്റും ഡിമെറിറ്റും കൃത്യമായിട്ട് പഠിക്കാതെ ചോദിക്കും. ഇന്റേണലും എക്സ്റ്റേണലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫറിന്റെ പ്രൊമോഷനും ഡിഫറൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെലക്ഷന്റെ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ സെലക്ഷൻ ടെസ്റ്റ് മാത്രം എസ് ചോദിച്ച സമയത്തായിട്ടില്ല, ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സെലക്ഷൻ ടെസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്താണ്, ട്രേഡ് ടെസ്റ്റ് എന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ജോലി ടെസ്റ്റ് ചെയ്യുക. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ലേണിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള പഠിച്ചു പോകാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് പഠിക്കേണ്ടത്? ഈ വരുന്ന ട്രെയിനിങ് മെത്തേഡ്സിന്റെ ഓൺ ജോബ് ട്രെയിനിങ്ങും ഓഫ് ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. അതില് ഓഫ് ദി ജോബ് ട്രെയിനിങ് എപ്പോഴും എസ്സേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചാർട്ട് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ്സ് ആദ്യം എഴുതി കഴിയുമ്പോൾ തന്നെ ടീച്ചർ കുറെ ഇംപ്രഷൻ കിട്ടും, ഈ ക്വസ്റ്റൻ എന്തൊക്കെയൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ ട്രെയിനിങ്ങും അതുപോലെ അതിന്റെ ഡിഫറൻസും പഠിക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ 5 ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് പോർഷൻസ് നിങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഈ ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വരണം. അപ്പൊ നമുക്ക് ഇനി മോർണിംഗ് ക്ലാസ് പറഞ്ഞു, മൺഡേ മോർണിംഗ് ക്ലാസ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാം. ഈ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോഴേക്കും നമുക്ക് മൺഡേ ഈവനിങ്ങിലത്തെ ക്ലാസ്സിനും കൂടെ നിങ്ങൾക്ക് നന്നായി കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിറ്റേ ദിവസം സുഖമായിട്ട് പോയി എക്സാം എഴുതാൻ നന്നായിട്ട് ഈ പോർഷൻസ് നോക്കിയിട്ട് വരണോട്ടെ. ഇന്ന് പഠിച്ച പോർഷൻസ് നന്നായിട്ട് നോക്കിയാലാണ് മൺഡേ മോർണിംഗ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണ്? കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും ഡൗട്ട് പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ തന്നെ ചോദിച്ചു. ഓക്കെ അമിതേ.